ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാം ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്ദം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്ധം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ചേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, തൃപ്രയാർ ഏകാദശി ആശംസകൾ എല്ലാവർക്കും. ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ. നാരായണ. അടുത്ത ഏകാദശി ഗുരുവായൂർ ഏകാദശിയാണ്. അപ്പോൾ അതിനു മുമ്പുള്ള തൃപ്രയാർ ഏകാദശി എല്ലാവർക്കും ഭഗവത് സ്മരണ എപ്പോഴും ഉണ്ടാവട്ടെ. ഏകാദശി ദിവസങ്ങളിൽ മാത്രമല്ല, എല്ലാ ദിവസവും എപ്പോഴും അല്ലേ ഭഗവത് സ്മരണ ഉണ്ടായിക്കൊണ്ടേയിരിക്കട്ടെ. ഓം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഭഗവാന്റെ ലീലകളിലേക്ക്. ശ്രീകൃഷ്ണ ലീലാമൃതം ദശമസ്കന്ധം 25-ാം അധ്യായം ഗോവർദ്ധനോദ്ധാരണം എന്ന ലീലയിലേക്ക് ഏവർക്കും സുസ്വാഗതം. നാരായണ. അപ്പോൾ 25-ാം അധ്യായം നമ്മൾ ഇന്നലെ ആരംഭിച്ചു. 18ഓളം ശ്ലോകങ്ങൾ കണ്ടു. നമുക്ക് തുടർന്ന് ഇന്ന് കാണാം. ആദ്യം വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 25-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഇന്ദ്രസ്തദാത്മനഃ പൂജാം വിജ്ഞായ വിഹതാം നൃപ ഗോപേഭ്യഃ കൃഷ്ണനാഥേഭ്യോ നന്ദാദിഭ്യശ്ച കോപസഃ. ഗണം സാംവർത്തകം നാമ മേഘാനാം ചാന്ദകാരിണാം ഇന്ദ്രഃ പ്രാചോദയത് ക്രുദ്ധോ വാക്യം ചാഹ ഈശമാനി ഉത. അഹോ ശ്രീമദമാഹാത്മ്യം ഗോപാനാം കാനനൗകസാം കൃഷ്ണം മർത്യമുപാശ്രിത്യ യേ ചക്രുർദേവഹേളനം. യദാ അദൃഢൈ കർമ്മമയൈ ക്രതുഭിർനാമ നൗനിഭൈഃ വിദ്യാം അന്വീക്ഷികീം ഹിത്വാ തിതീർഷന്തി ഭവാർണവം. വാചാലം ബാലിശം സ്തബ്ധം അജ്ഞം പണ്ഡിതമാനിനം കൃഷ്ണം മർത്യമുപാശ്രിത്യ ഗോപാമേ ചക്രുരപ്രിയം. യേഷാം ശ്രിയാവലിപ്താനാം കൃഷ്ണേനാദ്മായിതാത്മനാം ദുനുത ശ്രീമദസ്തംഭം പശൂന്നയത സംക്ഷയം. അഹം ചൈരാവതം നാഗമാരുഹ്യാനുവ്രജേ വ്രജം മരുദ്ഗണൈർമഹാവീര്യൈഃ നന്ദഗോഷ്ഠജിഘാംസയാ. ശ്രീശുക ഉവാച. ഇത്തം മഗവദാജ്ഞപ്ത മേഘാ നിർമുക്തബന്ധനാഃ നന്ദഗോകുലമാസാരൈഃ പീഡയാമാസുരോജസ. വിദ്യോതമാനാ വിദ്യുദ്ഭിഃ സ്തനന്ദഃ സ്തനയിത്മുഭിഃ തീവ്രൈർമരുദ്ഗണൈർനുന്നാ വവൃഷുരു ജലശർക്കരാഃ. സ്ഥൂണാസ്ഥൂലാ വർഷധാരാ മുഞ്ജൽസു അബ്രേഷു അഭീക്ഷ്ണശഃ ജലൗഘൈഃ പ്ലാവ്യമാനാ ഭൂഃ നാദൃശ്യത നതോന്നതം. അത്യാസാരാതിവാതേന പശവോ ജാതവേപനാഃ ഗോപാ ഗോപ്യശ്ച ശീതാർത്താഃ ഗോവിന്ദം ശരണം യയുഃ. ശിരസ്സുതാംശ്ച കായേന പ്രച്ഛാദ്യാസാര പീഡിതാഃ വേപമാനാ ഭഗവതഃ പാദമൂലമുപായയുഃ. കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ത്വന്നാഗം ഗോകുലം പ്രഭോ ത്രാതുമർഹസി ദേവാംനഃ കുപിതാദ് ഭക്തവത്സല. ശിലാവർഷനിപാതേന ഹന്യമാനമചേതനം നിരീക്ഷ്യ ഭഗവാൻ മേനേ കുപിതേന്ദ്രകൃതം ഹരിഃ.
അപർത്തു അത്യൽപണം വർഷം അതിവാദം ശിലാമയം സ്വയാഗേ വിഹതേസ്മാഭിः ഇന്ദ്രോ നാശായ വർഷതി തത്ര പ്രതിവിധിം സമ്യഗാത്മയോഗേന സാധയേ ലോകേശമാനിനാം മൗഢ്യാത് ഹരിഷ്യേ ശ്രീമദം തമഃ നഹി സദ്ഭാവയുക്താനാം സുരാണാമീശ വിസ്മയഃ മത്തോ അസതാം മാനഭംഗഃ പ്രശമായോപകൽപ്പത്തെ തസ്മാന്മച്ഛരണം ഗോഷ്ഠം മന്നാദം മത്പരിഗ്രഹം ഗോപായേ സ്വാത്മയോഗേന സ്വയം മേ വ്രത ആഹിതഃ ഇത്യുക്ത്വൈകേന ഹസ്തേന കൃത്വാ ഗോവർദ്ധനാചലം ദധാര ലീലയാ കൃഷ്ണഃ ഛത്രാകമിവ ബാലകഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ അദാഹ ഭഗവാൻ ഗോപാൻ ഹേംബതാദവ്രജൗഗസഃ യതോ ഭജോഷം വിശദ ഗിരികർത്തം സഗോധനാഃ നത്രാസൈഹവഃ കാര്യോ മധ്വസ്താദ്രിനിപാതനേ വാദവർഷഭയേനാലം തത്രാണം വിഹിതം ഹി വഃ തദാ നിർവിവിശുർഗർത്തം കൃഷ്ണാശ്വാസിതമാനസാഃ യഥാവകാശം സദനാഃ സവ്രജാസോപജീവിനഃ ക്ഷുത്രിവ്യധാം സുഖാപേക്ഷാം ഹിത്വാ തൈർവ്രജവാസിഭിः വീക്ഷ്യമാണോ ദദൗ അദ്രിം സപ്താഹം നാചലത്പദ് പദാത് കൃഷ്ണയോഗാനുഭാവം തം നിശാമ്യേന്ദ്രോതി വിസ്മിതഃ നിസ്തംഭോ ഭ്രഷ്ടസങ്കൽപഃ സ്വാൻ മേഘാൻ സന്ധ്യവാരയത് ഖം വ്യഭ്രം ഉദിതാദിത്യം വാദവർഷം ച ദാരുണം നിശാമ്യോപരതം ഗോപാൻ ഗോവർദ്ധനധരോ ബ്രവീത് നിർയാത ത്യജത ത്രാസം ഗോപാസസ്ത്രീധനാർഭകാഃ ഉപാരതം വാദവർഷം വ്യുതപ്രായാശ്ച നിമ്നഗാഃ തതസ്തേ നിര്യയുർഗോപാഃ സ്വം സ്വമാദായ ഗോധനം ശകടോഢോപകരണം സ്ത്രീബാലസ്തവിരാശനൈഃ ഭഗവാനപിതം ശൈലം സ്വസ്ഥാനേ പൂർവവത് പ്രഭുഃ പശ്യതാം സർവഭൂതാനാം സ്ഥാപയാമാസ ലീലയാം തം പ്രേമവേഗാന്നിഭൃതാ വ്രജൗകസോ യഥാ സമീയുഃ പരിരംഭണാദിഭിഃ ഗോപ്യശ്ച സസ്നേഹമപൂജയൻ മുദാ ദദ്യക്ഷതാഭിർയുയുജുഃ സദാശിശഃ യശോദാരോഹിണീ നന്ദോ രാമശ്ച ബലിനാംബരഃ കൃഷ്ണമാലിംഗ്യയുജുഃ ആശിഷസ്നേഹകാതരാः ദിവി ദേവഗണാ സാദ്യാഃ സിദ്ധഗന്ധർവചാരണാः തുഷ്ടുവുർമുമുജുസ്തുഷ്ടാഃ പുഷ്പവർഷാണി പാർത്ഥിവ ശംഖദുന്ദുഭയോ നേതുഃ ദിവി ദേവ പ്രണോദിതാഃ ജഗുർഗന്ധർവപതയഃ തുംബുരു പ്രമുഖാ നൃപ തതോനുരക്തൈ പശുഭൈ പരിശ്രിതോ രാജൻ സഗോഷ്ഠം സബലോ വ്രജധ്വരിഃ തദാ വിധാന്യസ്യ കൃതാനി ഗോപികാഃ ഗായന്ത്യൈർമുദിതാ ഹൃദി സ്പൃശഃ ഹരി ഓം ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ പഞ്ചവിംശതിതമോऽധ്യായഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരേ നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽക്കുള്ള നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം. എല്ലാവർക്കും തൃപ്രയാർ ഏകാദശി ആശംസകൾ ഒരിക്കൽ കൂടെ. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക്, ഗോവർദ്ധനോദ്ധാര ലീലയിലേക്ക് ഏവർക്കും സുസ്വാഗതം. സുസ്വാഗതം.
നാരായണ. നമ്മൾ 25-ാം അധ്യായമാണ് വായിച്ചത്. ഗോവർദ്ധനോദ്ധാരണം എന്ന ലീലയാണ് ഇതിലെ വിഷയം. കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ ഗോപന്മാർ എല്ലാ വർഷവും നടത്തുന്ന ഇന്ദ്രയാഗത്തെ ചോദ്യം ചെയ്യുകയും അതിന് പകരമായിട്ട് ഗോവർദ്ധന പൂജയും ബ്രാഹ്മണ പൂജയും ഗോപൂജയും നടത്താനായിട്ട് നിർദ്ദേശിക്കുകയും ചെയ്തു. ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങളെയാണ് ആരാധിക്കേണ്ടത്, ആ കർമ്മരംഗത്തെയാണ് പൂജിക്കേണ്ടത് എന്നുള്ള ന്യായം പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ ഉദ്ദേശ്യം ഇന്ദ്രന്റെ ഐശ്വര്യമതത്തെ അടക്കാൻ തന്നെയാണ്. അതുപോലെ ആരാണെങ്കിലും എത്ര കേമന്മാരാണെങ്കിലും ജനദ്രോഹം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഭഗവാന്റെ ശിക്ഷയുണ്ടാകും എന്നുള്ള സന്ദേശം, അതുപോലെ തന്നെ ദീനരായിട്ടുള്ളവരെ, ഭഗവാനെ അഭയം പ്രാപിച്ചിട്ടുള്ള ഭക്തജനങ്ങളെ ഭഗവാൻ രക്ഷിക്കും എന്നുള്ള ആ ഒരു സന്ദേശവും ഈ കഥയിലൂടെ ലോകത്തിന് കൊടുക്കുകയാണ്. എല്ലാവരും അഹങ്കാരികളാവാതെ എത്ര വലിയ സ്ഥാനങ്ങൾ കിട്ടിയാലും എത്ര ഐശ്വര്യമെല്ലാം വന്നു ചേർന്നാലും എല്ലാം ഈശ്വര കാരുണ്യമാണ് എന്നുള്ള ബോധത്തോടെ തനിക്ക് കിട്ടിയിട്ടുള്ള ധനമോ സ്ഥാനമോ വിദ്യയോ ആരോഗ്യമോ എന്ത് ഐശ്വര്യമാണോ അതെല്ലാം ഈശ്വര ആരാധനയ്ക്കായിക്കൊണ്ട് ഉപയോഗിക്കുക. വിനയപൂർവം ലോകത്തെ സഹായിക്കുക, സേവിക്കുക. കാരണം ഭഗവാൻ വിശ്വരൂപനാണ്. ഈ വിശ്വത്തെ സേവിക്കുന്നത് ഭഗവത് ആരാധനയാണ്. വിശ്വത്തെ ദ്രോഹിക്കുന്നത് ഭഗവാന് ചെയ്യുന്ന ദ്രോഹമാണ്. ഈ തത്വം എപ്പോഴും ഉള്ളിൽ ഉണർന്നുകൊണ്ട് ഭഗവാന്റെ നിയമങ്ങളെ ലംഘിക്കാതെ എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണെന്നുള്ള ഭാവത്തിൽ ജീവിക്കുക. ദുഷ്ടതരം കാണിച്ചാൽ ഭഗവാന്റെ ശിക്ഷയ്ക്ക് വിധേയരാവും. നല്ല കാര്യങ്ങൾ ചെയ്താൽ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭവിക്കും. ഇത് ഭഗവാന്റെ അവതാര ദൗത്യമെല്ലാം ഇതുതന്നെയാണെന്ന് ഈ കഥയിലൂടെയൊക്കെ സൂചിപ്പിക്കുന്നു. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അപ്പൊ അത് സാക്ഷാൽ ഭഗവാന്റെ ഒരു വിഭൂതി തന്നെയായ ഇന്ദ്രൻ ആയിട്ടും ആ ഇന്ദ്രൻ തെറ്റ് ചെയ്യുമ്പോൾ ആ ഇന്ദ്രനെ പോലും ഭഗവാൻ അപമാനിക്കുന്ന, നിന്ദിക്കുന്ന, നിസ്സാരനാക്കി തീർക്കുന്ന, അദ്ദേഹത്തിന്റെ ഗർവത്തെ ശമിപ്പിക്കുന്ന ആ പ്രവൃത്തിയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഭഗവാൻ ഒരിക്കലും ആരോടും പക്ഷപാതമില്ല എന്നത് നരസിംഹാവതാരത്തിലൂടെ കാണിച്ചു തന്നതാണ്. അസുരബാലനായ പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ അവതരിച്ചു. അത്ഭുതമായിട്ടൊരു അവതാരം. അപ്പൊ അസുരബാലനായിക്കോട്ടെ, അതിനെന്താ, അവൻ എൻ്റെ ഭക്തനാണ്. അപ്പൊ ഞാൻ എൻ്റെ ഭക്തൻ ആരാന്ന് നോക്കുന്നില്ല. അവൻ ഏത് യോനിയിൽ ജനിച്ചു, ആരുടെ മകനായി ജനിച്ചു, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. എൻ്റെ ഭക്തനാണോ അവനെ ഞാൻ രക്ഷിച്ചിരിക്കും. നമേ ഭക്തഃ പ്രണശ്യതി അനന്യാശ്ചിന്തയന്തോ മാം യജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഇങ്ങനെയുള്ള ഭഗവാന്റെ പ്രതിജ്ഞകളൊക്കെ എല്ലാവർക്കും ബാധകമാണ് എന്നറിയാം. എല്ലാവരും അതിൽ വിശ്വസിച്ചുകൊണ്ട് ഭഗവാന്റെ നിയമങ്ങളെ അറിഞ്ഞ് ജീവിക്കുക, അനുസരിച്ച് ജീവിക്കുക. ഭഗവാന്റെ നിയമങ്ങളെ ലംഘിക്കൽ അത് ഭഗവാന്റെ അപ്രീതിക്ക്, ഭഗവാന്റെ ശിക്ഷയ്ക്ക് എല്ലാം കാരണമായി തീരും. ഇതാണ് ഈ ലീലയിലൂടെ എത്രയോ ഉന്നതനായ ഇന്ദ്രനെ പോലും ഭഗവാൻ ശിക്ഷിക്കുന്നതിലൂടെ കാണിച്ചു തരുന്നത്. ഇന്ദ്രനെ സംബന്ധിച്ച് വലിയ ശിക്ഷയൊന്നും ആവശ്യമില്ല, അപമാനം മതി അല്ലേ? അപമാനിച്ചാൽ തന്നെ വലിയ ശിക്ഷയായി.
സംഭാവിതസ്യ ച അകീർത്തി മരണാദതിരിച്യത്തെ എന്ന് ഈ ഭഗവാൻ തന്നെ അർജുനനോട് പറയുന്നുണ്ട്. നല്ലതുപോലെ പൂജിക്കപ്പെട്ട ഒരാള് അപമാനമുണ്ടായിക്കഴിഞ്ഞാൽ അത് അയാൾക്ക് മരണതുല്യം തന്നെയാണ്, മരണത്തെക്കാൾ കൂടുതലാണ് എന്നാണ്. മരണാത് അതിരിച്യത. അപ്പോൾ അങ്ങനെയുള്ള സാത്വികന്മാർക്കുള്ള ശിക്ഷ എന്നുള്ളത് അപമാനമാണ്. സാത്വികന്മാരെ വധിക്കേണ്ട കാര്യമില്ല, രാജസ താമസന്മാരെയാണ് വധിക്കേണ്ട ആവശ്യം വരിക. സാത്വികന്മാർക്ക് നിന്ദ കൊടുത്താൽ തന്നെ, അപമാനം കൊടുത്താൽ തന്നെ അവർ പാഠം പഠിക്കുകയും വേഗം തിരുത്തുകയും ചെയ്യും. ഇന്ദ്രനെ നമുക്ക് ആ രീതിയിൽ തിരുത്തുന്നതും കാണാം. ഇന്ദ്രൻ ഭഗവാനോട് യുദ്ധം പ്രഖ്യാപിച്ച് ആയുധങ്ങളുമായി വരുന്നില്ല. ഇപ്പൊ വരുന്നില്ല, പിന്നെ വരും. അതും മൗഢ്യം കൊണ്ട് തന്നെയാണ്, അല്ലേ? പിന്നൊരിക്കൽ ഭഗവാൻ സ്വർഗത്തിൽ ചെന്ന സമയത്ത് ഒരു പാരിജാത വൃക്ഷം സത്യഭാമയ്ക്ക് വേണ്ടി പറിച്ചുകൊണ്ട് വരുമ്പോൾ അതിനെ തടയാൻ വേണ്ടി ഇന്ദ്രൻ ഭഗവാനോട് യുദ്ധം ചെയ്യുന്നുണ്ട്. അത് ഇന്ദ്രന്റെ മറവി, അല്ലേ? ഈ സംഭവിച്ചതെല്ലാം മറന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എല്ലാം മറന്നു, വീണ്ടും അഹങ്കാരിയായി മാറി. അങ്ങനെ ഭഗവാനെ വെല്ലുവിളിച്ചു. ഭഗവാന്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടി. ഭഗവാൻ പാരിജാത വൃക്ഷവുമായിട്ട് ദ്വാരകയ്ക്ക് തിരിച്ചു പോയി എന്നുള്ളതാണ് അവിടെ കാണാൻ പോകുന്ന കഥ. അപ്പം ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് മറവി സംഭവിക്കും. നമുക്കൊക്കെ ഇങ്ങനെ തന്നെയാണ്, അല്ലേ? ഇടയ്ക്കിടയ്ക്ക് തലയ്ക്ക് അടി കിട്ടിക്കൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ അഹങ്കാരം പൊങ്ങി 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 വരും. നല്ലതാണ് അപ്പോൾ ഇടയ്ക്ക് അടി കിട്ടുന്നത്, നല്ലതാണ്, ബോധം ഉദിക്കാനായിക്കൊണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ 18 ശ്ലോകങ്ങൾ വായിച്ചു പറഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ തനിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള പൂജ വിഹനിക്കപ്പെട്ടതായി ആരാൽ? ഗോപന്മാരാൽ. കൃഷ്ണനെ നാഥനായി കരുതുന്ന നന്ദാദി ഗോപന്മാരോട് ഇന്ദ്രൻ കോപിച്ചു. അദ്ദേഹം പ്രളയകാലത്ത് ലോകത്തിന് നാശം വിതയ്ക്കുന്നതായിട്ടുള്ള സാമ്പർത്തക മേഘഗണങ്ങളെ പ്രചോദിപ്പിച്ചു. ക്രുദ്ധനായിക്കൊണ്ട് ഈശമാനിയായ ആ ഇന്ദ്രൻ, ഞാനാണ് ഈശ്വരൻ എന്ന് ഭാവിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ഈ വനവാസികളായിട്ടുള്ള ഗോപന്മാരുടെ ശ്രീമത മാഹാത്മ്യമൊന്ന് കാണൂ. എന്തൊരു അഹങ്കാരമാണ് ഈ ഗോപന്മാർക്ക്. വെറും മർത്യനായ കൃഷ്ണനെ ആശ്രയിച്ചുകൊണ്ട് ആ കൃഷ്ണന്റെ ധൈര്യത്തിലാണ് അവര് ദേവഹേളനം ചക്രുഹു, ദേവന്മാരെ നിന്ദിക്കുക എന്നുള്ള പ്രവൃത്തിയല്ലേ ചെയ്തത്. അപ്പോൾ ഇവരിത്രയ്ക്കായോ? ഇവര് കൃഷ്ണനെ ആശ്രയിച്ചതിലൂടെ വിഡ്ഢിത്തരമാണ് ചെയ്തത്. ഏതുപോലെ ബലമില്ലാത്തതായിട്ടുള്ള പേര് മാത്രമുള്ള ഒരു തോണി കൊണ്ട്, അല്ലേ, ഒരു സാഗരം കടക്കാൻ പോയാൽ ആ തോണി എങ്ങനെയാണോ വെള്ളത്തിൽ മുങ്ങുന്നത്, അതുപോലെയാണ് കർമ്മമയമായിട്ടുള്ള കർമ്മകാണ്ഡങ്ങളെ ആശ്രയിച്ചുകൊണ്ട് സംസാര സാഗരം തരണം ചെയ്ത് മോക്ഷത്തിനായി കൊണ്ട് പ്രയത്നിക്കുന്നവർ. കർമ്മകാണ്ഡം ഒരു പൊട്ടത്തോണിയാണ്, അത് പാതിയിൽ മുങ്ങിപ്പോകും. അതുകൊണ്ട് ജ്ഞാനമാർഗമാണ് ലക്ഷ്യത്തിലെത്തിക്കുന്ന തോണി. അപ്പൊ ദേവന്മാര് ജ്ഞാനമാർഗത്തിന് സദൃശരും കൃഷ്ണൻ കർമ്മമാർഗത്തിന് സദൃശനുമാണ് എന്ന് കൃഷ്ണനെ പരിഹസിച്ചുകൊണ്ട് ഈ കൃഷ്ണനെ ആശ്രയിച്ച ഇവർ മൂഢന്മാരാണ്. വെറും വാചാലനും ബാലിശനും സ്തബ്ധനും അജ്ഞനും പണ്ഡിതമാനിയും മർത്യനും ആയിരിക്കുന്ന ആ കൃഷ്ണനെ ആശ്രയിച്ച് ഗോപന്മാര് എനിക്ക് അപ്രിയം ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഐശ്വര്യമതലിപ്തന്മാരായ കൃഷ്ണനാൽ വർദ്ധിക്കപ്പെട്ട അഹങ്കാരത്തോടുകൂടിയും ധൈര്യത്തോടും കൂടിയതായിട്ടുള്ള ഇവരുടെ ശ്രീമതസ്തംഭം ദുനുത, നിങ്ങൾ ചെന്ന് അഹങ്കാരത്തെ നശിപ്പിക്കും. അവരുടെ പശുക്കളാണ് അവരുടെ ധനം എന്നുള്ളത്. ആ പശുക്കളെ മുഴുവൻ സംക്ഷയം നയത, യമലോകത്തിലേക്ക് അയക്കും, നശിപ്പിച്ചു കളയും ആ പശുക്കളെ മുഴുവൻ. നിങ്ങൾ മുന്നേ പൊക്കോളൂ, ഞാൻ മരുഗണങ്ങളോടുകൂടെ പിന്നാലെ ഐരാവതത്തിന്റെ പുറത്ത് ഇതെല്ലാം കാണാൻ വരുന്നുണ്ട്. ഞാനും നന്ദഗോഷ്ഠത്തെ ഹിംസിക്കാനായിക്കൊണ്ട് പിന്നാലെ വരുന്നുണ്ട്. ഇങ്ങനെ
ആ സാമർത്ഥക മേഘങ്ങളെ ഇന്ദ്രൻ ആജ്ഞാപിച്ച് അവരെ സ്വതന്ത്രരാക്കി വിട്ടു. ഇന്ദ്രന്റെ കസ്റ്റഡിയിൽ നിയന്ത്രണത്തിൽ ഇരുന്നിരുന്ന ആ മേഘങ്ങളെ നിർമുക്ത ബന്ധനാഹ ആജ്ഞപ്താഹ അവര് നന്ദഗോകുലമാസാറൈ പീഡയാമാസു രോജസ. ഭയങ്കരമായ മഴ കൊണ്ട് ആ നന്ദഗോകുലത്തെ പീഡയാമാസ പീഡിപ്പിച്ചു, ദുഃഖിപ്പിച്ചു എന്നർത്ഥം. വലിയ മിന്നലുകളോടുകൂടിയും വലിയ ഇടികളോടുകൂടിയും ധ്വനിപ്പിച്ചുകൊണ്ട് തീവ്രമായ കാറ്റിനാൽ പ്രേരിതരായിട്ടുള്ള ആ എന്താ പറയുക മേഘങ്ങൾ ജലശർക്കരാഹ വവൃഷു ആലിപ്പഴം അല്ലെങ്കിൽ കൽമാരി വർഷിച്ചു. ആ ഗോകുലത്തിൽ ഭയങ്കരമായിട്ടുള്ള കൽമാരി വർഷമാണ് ഉണ്ടായത്. അതുപോലെ വലിയ തൂണിന്റെ വണ്ണത്തിലുള്ളതായിട്ടുള്ള വർഷധാരകൾ, സ്ഥൂണാസ്ഥൂല വർഷധാര മുഞ്ചൽസു അബ്രേഷു അഭീക്ഷ്ണസഹ, എല്ലാ ഭാഗത്തും ആ മേഘങ്ങൾ ഈ വർഷധാരകളെ മോചിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ ഭൂമി മുഴുവൻ ജലൗഗൈഹി പ്ലാവ്യമാനാഹ ജലപ്രവാഹങ്ങളെ കൊണ്ട് മൂടപ്പെട്ടതായി മുഴുകപ്പെട്ടതായി നതോന്നതം ന അദൃശ്യത, നിമ്ന ഉന്നതങ്ങൾ അഥവാ കുണ്ടും കുഴിയും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ സർവത്ര ജലമയമായി തീർന്നു. അത്യാസാര അതിവാദേന പശവോ ജാതവേപനാഹ, അതിഭയങ്കരമായ മഴ പെയ്യലും അതുപോലെ തീവ്രമായ കാറ്റും കൊണ്ട് പശുക്കൾ വിറയ്ക്കുന്നവരായി പീഡിതരായി. അതുപോലെ ഗോപന്മാരും ഗോപികമാരും ശീതം കൊണ്ട് അർത്ഥരായി എല്ലാവരും ഗോവിന്ദനെ ശരണം പ്രാപിച്ചു. അവരുടെ ശിരസ്സുകളെയും അവരുടെ കുട്ടികളെയും ഒക്കെ എങ്ങനെയൊക്കെയോ അവരുടെ ശരീരം കൊണ്ട് മറച്ചു പിടിച്ച് പീഡിതരായിക്കൊണ്ട് വിറച്ചുകൊണ്ട് ഭഗവതഃ പാദമൂലമുപായയുഹു, ഭഗവാന്റെ ആ പാദമൂലത്തെ എല്ലാവരും ചെന്ന് ശരണം പ്രാപിച്ചു. ആ ഭഗവാനെ വിളിച്ചു കരഞ്ഞു. കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ത്വന്നാദം ഗോകുലം പ്രഭോ ത്രാതുമർഹസി ദേവാന്തഃ കുപിതാത് ഭക്തവത്സലം. ഹേ കൃഷ്ണ കൃഷ്ണ, മഹാപുണ്യശാലിയായിരിക്കുന്നവനെ, ഹേ പ്രഭോ സർവശക്തനായിരിക്കുന്നവനെ, എന്തിനും സാമർഥ്യമുള്ളവനെ, ഈ ഗോകുലം അങ്ങാകുന്ന നാഥനോടുകൂടിയവരാണ്, ഞങ്ങൾക്ക് വേറെ നാഥനില്ല. അതുകൊണ്ട് കുപിതാത് ദേവാത് നഹത്രാതും അർഹസി, കോപിച്ചിരിക്കുന്ന ദേവനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കേണ്ടതാകുന്നു. ഹേ ഭക്തവത്സല, അങ്ങയുടെ ആശ്രിത വത്സലനല്ലേ, ആശ്രയിച്ചിരിക്കുന്ന ഭക്തന്മാരോട് വാത്സല്യം കാണിച്ച് അവരെ രക്ഷിക്കുന്നവനല്ലേ. ഇങ്ങനെ അഭയം പ്രാപിച്ചു, കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. ശിലാവർഷനിപാതേന ഹന്യമാനമചേതനം നിരീക്ഷ്യ ഭഗവാൻ മേനെ കുപിതേന്ദ്രകൃതം ഹരിഹി. അപ്പോൾ ഈ കൽമാരി പെയ്യുന്നത് കൊണ്ട് ഹനിക്കപ്പെട്ട് പീഡിതരായി അവരുടെ ചൈതന്യമെല്ലാം നഷ്ടപ്പെട്ടവരായി ജഡസമാനന്മാരായിരിക്കുന്ന ആ ഗോകുലത്തെ നിരീക്ഷ്യ ഭഗവാൻ കുപിതേന്ദ്രകൃതം മേനെ, ഇതെല്ലാം ആ കോപിച്ച ഇന്ദ്രനാൽ ചെയ്യപ്പെട്ടതാണ് എന്ന് നിശ്ചയിച്ചു. അപർത്തു അത്യുൽബണം വർഷം അതിവാതം ശിലാമയം സ്വയാഗേ വിഹതേ അസ്മാഭിഹി ഇന്ദ്രോ നാശായ വർഷതി. ഇപ്പൊ ഋതുവല്ല, മഴക്കാലമല്ല, അപഋതുവാണ്. ഈ അപഋതുവില് അത്യുൽബണം വർഷം, അതിഭയങ്കരമായിട്ടുള്ള മഴ, അതിവാതം വലിയ കാറ്റ്, ശിലാമയം കൽമാരിയോട് കൂടിയിട്ട്, ഇതൊക്കെ ഇന്ദ്രൻ നാശത്തിനായിക്കൊണ്ട് ഈ ഗോകുലത്തെ നശിപ്പിക്കാൻ വേണ്ടി വർഷിക്കണം. എന്തുകൊണ്ട്? സ്വയാഗേ വിഹതേ അസ്മാഭിഹി, അവന്റെ യാഗം, ഇന്ദ്രന്റെ യാഗം ഈ ഗോപന്മാരാൽ വിഹനിക്കപ്പെട്ടപ്പോൾ, അത് പ്രത്യേകിച്ച് ഭഗവാനാൽ വിഹനിക്കപ്പെട്ടതായിട്ട് സമയത്ത് ആ ഭഗവാനോടുള്ള കോപം ഗോപന്മാരോടുള്ള കോപമായി പ്രകടിപ്പിക്കുകയാണ്. തത്ര പ്രതിവിധിം സമ്യക് ആത്മയോഗേന സാധയേ ലോകേശമാനിനാം മൗഢ്യാത് ഹരിഷ്യേ ശ്രീമദം തമഃ. ഭഗവാൻ നിശ്ചയിക്കുകയാണ് ഈ കാര്യത്തിൽ. തത്ര പ്രതിവിധിം സമ്യക് ആത്മയോഗേന സാധയേ, ഇതിന് തക്കതായിട്ടുള്ള പ്രതിവിധി ഞാൻ എന്റെ യോഗപ്രഭാവം കൊണ്ട് ഞാൻ സാധിക്കുന്നുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്. ഈ ലോകേശമാനികളാണ് ഈ ദേവന്മാര്, ഞങ്ങളാണ് ദിക്പാലകന്മാരാണ്, ഞങ്ങളാണ് ലോകങ്ങളുടെ എല്ലാം ഈശന്മാര് എന്ന് മാനിക്കുന്നവരാണ്. അവരുടെ മൗഢ്യമാണ് അതിന് കാരണം. അവർക്ക് ഈ പദവി കൊടുത്തതാരാന്ന് മറക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള അവരുടെ ശ്രീമതം ഐശ്വര്യ മതത്തെ
അത് തമസ്, അഹങ്കാരം, കോപം. അതിനെ ഞാനിതാ ഹരിഷ്യേ, ഞാൻ ഹരിക്കാൻ പോവുകയാണ്. നഹി സദ്ഭാവയുക്താനാം സുരാണാം ഈശവിസ്മയ. സദ്ഭാവയുക്തന്മാരായിട്ടുള്ള ദേവന്മാർക്കൊരിക്കലും ഇതുപോലെ ഞങ്ങളാണ് ഈശ്വരൻ എന്നുള്ള എന്താ പറയുക അഭിമാനം, അഹങ്കാരം വരികയില്ല. അപ്പൊ ഇവരങ്ങനെ അല്ലാത്തവരായതുകൊണ്ടാണ്, അസദ്ഭാവയുക്തന്മാരായതുകൊണ്ടാണ് അവർക്ക് ഈ അഹങ്കാരം വന്നിരിക്കുന്നത്. മത്തോ അസതാം മാനഭംഗ പ്രശമായ ഉപകൽപ്പത. അസത്തുക്കളായ ഇവരുടെ മാനഭംഗം എന്നിൽ നിന്നുണ്ടാകുമ്പോൾ അത് അവരുടെ അഹങ്കാരത്തിന് പ്രശമത്തിനായിക്കൊണ്ട് പര്യാപ്തമാകും, അവരുടെ അഹങ്കാരം ശമിപ്പിക്കാൻ യോഗ്യമാകും. തസ്മാത് മത്സരണം ഗോഷ്ഠം മന്നാദം മത് പരിഗ്രഹം ഗോപായേ സ്വാത്മയോഗേന സ്വയം മേ വ്രത ആഹിതഃ. തസ്മാത് അതുകൊണ്ട് മത്സരണം ഗോഷ്ഠം എന്നെ ശരണം പ്രാപിച്ചിരിക്കുന്ന ഈ ഗോകുലത്തെ, മന്നാദം എന്നെ നാഥനായി സ്വീകരിച്ചിരിക്കുന്നവരെ, മത് പരിഗ്രഹം എന്നെ തന്നെ പൂർണ്ണമായി സ്വീകരിച്ചിരിക്കുന്ന, എന്നാലും സ്വീകരിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഈ ഗോകുലത്തെ സ്വാത്മയോഗേന ഗോപായേ, ഞാൻ എൻ്റെ ആത്മയോഗ പ്രഭാവം കൊണ്ട് ഞാൻ ഇവരെ രക്ഷിക്കും. സ്വയം മേ വ്രത ആഹിതഃ. ഇത് എൻ്റെ വ്രതമാണല്ലോ, ഇതെന്റെ നിശ്ചയിക്കപ്പെട്ട വ്രതമാണ്, എൻ്റെ അവതാരം ഇതിനു വേണ്ടി തന്നെയാണല്ലോ. എന്നെ ആശ്രയിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ രക്ഷിക്കലും ദുഷ്ടജനങ്ങളെ പാഠം പഠിപ്പിക്കലും അടക്കലും അവരുടെ അഹങ്കാരത്തെ ശമിപ്പിക്കലുമൊക്കെയാണല്ലോ എൻ്റെ അവതാര ലക്ഷ്യം തന്നെ എന്നിങ്ങനെ ഭഗവാൻ തീരുമാനിച്ച് ഭഗവാൻ ഇതാ ആ ഗോവർദ്ധന പർവ്വതത്തെ പൊക്കിപ്പിടിക്കാൻ പോകുന്നു. എങ്ങനെയാണ് അത് നമുക്ക് ശ്ലോകം വായിച്ച് കാണാം. ഇത്യുക്ത്വൈകേന ഹസ്തേന കൃത്വാ ഗോവർദ്ധനാചലം ദധാരലീലയാ കൃഷ്ണഃ ഛത്രാകമിവ ബാലകഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ 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 ഹരേ നാരായണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇത്യുക്ത്വൈകേന ഹസ്തേന കൃത്വാ ഗോവർദ്ധനാചലം ദധാരലീലയാ കൃഷ്ണഃ ഛത്രാകമിവ ബാലകഃ. ഇത്യുക്ത്വാ ഇതി ഉക്ത്വാ ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, പൂർവ്വശ്ലോകത്തിൽ പറഞ്ഞത് ഭഗവാന്റെ വാക്കുകളായിട്ട് ഭഗവാൻ പറഞ്ഞത് തന്നെ പറഞ്ഞിരിക്കുന്നു. ഭഗവാൻ ചിന്തിച്ചത് മാത്രമല്ല, അത് സ്വയം പറഞ്ഞു. ഞാൻ എൻ്റെ യോഗപ്രഭാവം കൊണ്ട് എന്നെ ആശ്രയിച്ചിരിക്കുന്ന ഈ ഗോകുലത്തെ രക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇത്യുക്ത്വാ ഏകേന ഹസ്തേന ഒറ്റ കൈകൊണ്ട് ഏകഹസ്തം കൊണ്ട് ഗോവർദ്ധനാചലം കൃത്വാ ആ ഗോവർദ്ധനാചലത്തെ പൊക്കിയിട്ട് കൃന്ദനം ചെയ്തിട്ട് എന്നൊക്കെ പറയാം, അത് പുഴക്കിയെടുത്തു, മുറിച്ചെടുത്തു, ഭൂമിയിൽ നിന്ന് പിളർത്തിയെടുത്തു. എന്നിട്ട് ബാലകഃ കൃഷ്ണഃ ഛത്രാകമിവ ലീലയാ ദധാര. വെറും 7 വയസ്സ് ബാലകനായിരുന്ന കൃഷ്ണൻ, ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു കൊച്ചുകുട്ടി, ബാലകഃ ഒരു ബാലൻ, ഛത്രാകം ഇവ. ഛത്രാകം എന്ന് പറഞ്ഞാൽ കൊട പോലെ ഇരിക്കുന്നത്. എന്താണത്? കൂണ്. ആ കൂണിനെ പോലെ, കൂണ് പറിച്ചെടുക്കുന്ന ലാഘവത്തോടെ ലീലയാ ദധാര, വളരെ ലീലയായിട്ട് ഭഗവാൻ അതിനെ ധരിച്ചു നിർത്തി. തന്റെ കൈകൊണ്ട്, ഇടത്തെ കൈകൊണ്ട് പൊക്കി എന്നാണ്. ഇവിടെ ഇടത്തെ കൈകൊണ്ട് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഏകേന ഹസ്തേന എന്ന് ഇവിടെ ഭാഗവതം പറഞ്ഞിട്ടുള്ളൂ. വേറെ ചില ഭാഗങ്ങളിലാണ് വാമഹസ്തം കൊണ്ട്, സവ്യഹസ്തം കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹരിവംശത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സ്വധൃതസംഗതോ മേഘൈഹി ഗിരിസവ്യേന പാണിനാ. ആ ഭഗവാൻ സഹ മേഘൈഹി സംഗതഃ ഗിരിഹി ധൃതഃ. ആരാൽ? സവ്യേന പാണിന, ഇടത്തെ കൈ കൊണ്ട്. സവ്യപാണി എന്നാൽ ഇടത്തെ കൈ. അതിലും ഇടത്തെ കൈയില് വെറും ചെറുവിരൽ മാത്രമാണ് ഭഗവാൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് മറ്റു പലയിടത്തും പറഞ്ഞിട്ടുള്ളത്. ഒരു
വിരൽ കൊണ്ട്, അതും ചെറുവിരൽ കൊണ്ട് പൊക്കി നിന്നു എന്ന, ഇടത്തെ കയ്യിലെ ചെറുവിരൽ കൊണ്ട്. അപ്പൊ മേഘൈഹി സംഗതഃ ഗിരിഹി എന്ന വെച്ചാൽ മഴക്കാലമല്ലേ, മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഭയങ്കരമായ മേഘങ്ങളോടുകൂടി ആ മേഘങ്ങൾ വന്ന് ഈ പർവ്വതത്തിൽ വന്ന് ഒട്ടി നിൽപ്പുണ്ട്. ആ പർവ്വതം പൊക്കുമ്പോൾ അതിൻ്റെ കൂടെ മേഘങ്ങളും പൊങ്ങി എന്നാണ് ആ മനോഹരമായിട്ടുള്ള ചിത്രം ഹരിവംശത്തിൽ പറഞ്ഞത്. അപ്പോ സംഗതോ മേഘൈഹി ഗിരിഹി, ആ ഗിരി ഗോവർദ്ധനഗിരി സവ്യേന പാണിന സഹധൃത, ഭഗവാന്റെ ഇടത്തെ കൈയിനാൽ ആ പർവ്വതം ധരിക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ ഇടത്തെ കൈ കൊണ്ട് തന്നെയാണ് ഭഗവാൻ പർവ്വതം ധരിച്ചിരിക്കുന്നത്. അങ്ങനെ ആ പർവ്വതത്തിനെ പൊക്കി. അപ്പൊ ഇത് ഭഗവാൻ എന്തിനാ ഈ പർവ്വതം പൊക്കണത്? മഴയെ ഭഗവാന്റെ സങ്കല്പം കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റില്ലേ? അതൊക്കെ സാധിക്കും, പക്ഷെ അത് ഓർക്കില്ലല്ലോ ആരും. അപ്പൊ ഭഗവാൻ സങ്കല്പം കൊണ്ട് ഇന്ദ്രന്റെ കയ്യിലെ മേഘങ്ങളെ മുഴുവൻ ഉണക്കിക്കളഞ്ഞാൽ കഥയില്ലാതാവും. ഇതുപോലെ ഭഗവാന് എന്താ പറയുക, ഗോവിന്ദൻ എന്ന നാമധേയം ചെയ്യുന്ന ഇന്ദ്രൻ വന്ന് ക്ഷമാപണം ചെയ്യുന്ന, സുരഭി വന്ന് അഭിഷേകം ചെയ്യുന്ന ഗോവിന്ദ അഭിഷേകം പോലെയുള്ള ലീലകളും, അതുപോലെ എന്നും എല്ലാവരും ഓർക്കുന്നതായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഭഗവാന്റെ ഈ ലീലയും, അതൊക്കെ അതിനുള്ള ചാൻസ് നഷ്ടപ്പെടില്ലേ? അപ്പൊ ഭഗവാൻ എവിടെ ചാൻസ് കിട്ടിയോ അവിടെ കാര്യങ്ങളെ കൂടുതൽ വിസ്തരിക്കും അല്ലേ? ഭഗവാന് സങ്കല്പം കൊണ്ട് ഈ മഴയെ ഇല്ലാതാക്കി എല്ലാവരെയും രക്ഷിക്കാൻ സാധിക്കും എന്നിരിക്കെ തന്നെ ഭഗവാൻ ഇതൊരു എന്താ പറയുക, ഒരു എക്സാജറേറ്റ് ചെയ്യണ കാര്യങ്ങളെ. അങ്ങനെ എക്സാജറേറ്റ് ചെയ്യുമ്പോഴേ അതൊരു ആശ്ചര്യമായിട്ട് അതിശയമായിട്ട് എല്ലാവരുടെ ഉള്ളിലും എന്നും കിടക്കുള്ളൂ. മറ്റത് ഈശ്വരന്റെ ശക്തി കൊണ്ട് എല്ലാം നശിപ്പിച്ചു കളഞ്ഞു, മേഘങ്ങളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു എന്ന് മാത്രം പറഞ്ഞ് കഥ അടക്കേണ്ടി വരും. അതാരുടെ ഉള്ളിലും ഓർമ്മ നിൽക്കില്ല. അപ്പൊ ഭഗവാൻ ഇതെല്ലാം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ലീലയാ എന്ന് പറയുന്നത്. അതാണ് അവിടുത്തെ പ്രത്യേകമായിട്ടുള്ള പദം, ലീലയാ. ഇത് ലീലയാണ് ഭഗവാന്റെ. ഈ ലീലയുണ്ടെങ്കിലേ ഓർമ്മയുണ്ടാവുള്ളൂ. ലീലയില്ലാതെ ഭഗവാൻ വളരെ സീരിയസ് ആയിട്ട് ഇന്ദ്രനോട് കോപിച്ച് ഇന്ദ്രനും ഇന്ദ്രന്റെ മഴയും എല്ലാം ഭഗവാന്റെ സങ്കല്പം കൊണ്ട് അതിൽ ദഹിപ്പിച്ച് കളഞ്ഞാൽ അതൊരു ലീലയല്ലാതെയാവും, ഭയങ്കര സീരിയസ് ആയി മാറും. അത് കുട്ടികൾക്കൊന്നും രസിക്കില്ല, ആർക്കും ഓർമ്മ വയ്ക്കാൻ പറ്റില്ല, പാട്ടുകൾ ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ? ഇതാണ് ഭഗവാന്റെ ലീല. അതിലൂടെ ഭഗവാൻ കാണിച്ചു തരണു തന്റെ ഭക്തന്മാരെ രക്ഷിക്കാൻ വേണ്ടി താൻ ഏത് പ്രവൃത്തിയും ചെയ്യും. അതുകൊണ്ട് ഭക്തന്മാർക്ക് എപ്പോഴും ആശ്രയിക്കാവുന്ന ആളാണ് ഭഗവാൻ. നോക്കൂ, തന്റെ ഭക്തന്മാരായിട്ടുള്ള ഗോപന്മാരെ ഭഗവാൻ ആ ഗോവർദ്ധന പർവ്വതത്തെ പൊക്കിപ്പിടിച്ചുകൊണ്ട് രക്ഷിച്ചില്ലേ? അപ്പൊ നമ്മൾക്കും ഇതുപോലൊരു ആപത്ത് വന്നാൽ ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ ഏത് രീതിയിലും നമ്മളെ രക്ഷിക്കും എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാനും, ഇന്ദ്രനെ പോലെയുള്ളതായിട്ടുള്ള അഹങ്കാരികളുടെ എന്താ പറയുക, ദുഷ്ടതയെ ശമിപ്പിച്ച, അഹങ്കാരത്തെ ശമിപ്പിച്ച കഥ എല്ലായ്പ്പോഴും എല്ലാവരുടെ ഉള്ളിലും ഓർമ്മയുണ്ടായിരിക്കാനും ഒക്കെയാണ് ഈ അത്ഭുത ലീലകൾ. ഇപ്പൊ തന്നെ ശരണം പ്രാപിച്ച ഗോപന്മാരെയും ഗോപിമാരെയും എല്ലാവരെയും ആശ്വസിപ്പിച്ചുകൊണ്ട് ധൈര്യം കൊടുത്തുകൊണ്ട് ഭഗവാൻ തൻ്റെ ആ സർവ ഐശ്വര്യവും പ്രകടിപ്പിച്ചുകൊണ്ട്, സർവേശ്വര ഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് വെറും 7 വയസ്സ് ബാലനായിട്ടും ഒരു കൊച്ചുകുട്ടി ഒരു കൂൺ പറിക്കുന്ന ലാഘവത്തോടെ ഇത്രയും വലിയൊരു ഗിരിയെ, ആ പർവ്വതത്തെ തൻ്റെ ഇടത് കൈകൊണ്ട് പൊക്കിപ്പിടിച്ചു എന്നാണ്. തീർച്ചയായിട്ടും ഇതൊരു സാധാരണ എത്ര ശക്തന്മാരായിട്ടുള്ള ആളുകൾക്ക് പോലും സാധിക്കുന്ന കാര്യമല്ല. അങ്ങനെ ഇരിക്കെ വെറും ഒരു 7 വയസ്സ് ബാലൻ ഇടത് കൈകൊണ്ട് അല്ലെ, വെറും ഒരു കൈകൊണ്ട് ഒരു കൂൺ പറിക്കുന്ന ലാഘവത്തോടെ ഈ കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് അമാനുഷമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള ഒരു ലീല തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് എല്ലാ കാലത്തും എല്ലാവരാലും ഓർമ്മിക്കപ്പെടുന്നതും. ഒരു സാധാരണ സംഭവം അല്ല. ഭഗവാന്റെ ശ്രീകൃഷ്ണ അവതാരത്തിലെ ലീലകളെല്ലാം തന്നെ അത്ഭുത ലീലകളാണ്.
ആ അത്ഭുത ലീലകൾ ഭഗവാൻ ചെയ്തത് അത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. അതിങ്ങനെ ഭാഗവത രൂപത്തിൽ എല്ലാവരും കീർത്തിക്കാൻ വേണ്ടിയിട്ടാണ്, പാടാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അനേക പാട്ടുകൾ ഇതിനെ സംബന്ധിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഏറ്റവും അധികം ഭഗവാന്റെ ഗിരിധര ഗോപാല എന്ന് പാടിയിട്ടുള്ളത് മീര പ്രഭുവാണ്, മീര ബായിയാണ്. ഏത് പാട്ടിലും അവസാനം മീര ഭഗവാന്റെ ഗിരിധര ഗോപാല എന്നുള്ള പേര് ചേർത്തിട്ടുണ്ടാവും. അതാണ് മീരയുടെ സിഗ്നേച്ചർ. ഈ പാട്ട് മീരയാണ് പാടിയിരിക്കുന്നത് എന്ന് അറിയിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് ത്യാഗരാജസ്വാമി ഏത് പാട്ട് രചിച്ചാലും അതിൻ്റെ അവസാനം ത്യാഗരാജ നുത എന്ന്, ത്യാഗരാജനാൽ പാടപ്പെടുന്നവൻ എന്ന് രാമനെ കുറിച്ച് പറയും. ത്യാഗരാജന്റെ സിഗ്നേച്ചറാണ്. അതുപോലെ മീരാ കെ പ്രഭു ഗിരിധരനാഗർ അല്ലെങ്കിൽ ഗിരിധര ഗോപാല് എന്ന്, ഗിരിധര എന്നുള്ളതായിട്ടുള്ള പ്രയോഗം മീരയുടെ എല്ലാ പാട്ടിലും ഉണ്ടാവും. അതുപോലെ എത്രയോ മഹാത്മാക്കൾ ഭഗവാന്റെ ആ ഗിരിധാരി എന്നുള്ളതായിട്ടുള്ള ഭാവത്തിൽ പാടിയിട്ടുണ്ട്. എത്രയെത്ര കീർത്തനങ്ങൾ, എത്ര ഭജനകൾ, അല്ലേ? അപ്പോൾ അതിനും ഇതൊക്കെ പാടണമെങ്കിൽ ഭഗവാൻ ഗിരിധരനാവണ്ടേ? മുമ്പ് ഭഗവാൻ വലിയൊരു കൂർമ്മമായി അവതരിച്ച് മന്ധരം എന്ന പർവ്വതത്തെ തന്റെ മുതുകത്ത് ധരിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഭഗവാൻ സാക്ഷാൽ വരാഹമൂർത്തിയായി ഭൂമിയെ തന്നെ മൊത്തത്തിൽ തന്റെ തേറ്റകളിൽ ഒരു മുഞ്ഞപ്പുല്ല് ധരിക്കും പോലെ ധരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പല അത്ഭുത ലീലകളും ഭഗവാൻ മുമ്പ് അവതാരങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പക്ഷേ വലിയ രൂപങ്ങൾ എടുത്തിട്ടാണ്, അല്ലെ? വരാഹമൂർത്തി വലിയൊരു രൂപത്തിലാണ് ഭൂമിയെ തന്റെ തേറ്റ കൊണ്ട് പൊക്കിയത്. അതുപോലെ 1,00,000 യോജന വിസ്താരമേറിയ അപ്രമേയമായിട്ടുള്ളൊരു കൂർമ്മം ആയിട്ടാണ് ഭഗവാൻ മന്ദരപർവ്വതത്തെ വളരെ ലാഘവത്തോടെ ചുമന്നത്. ഭഗവാന്റെ മുതുകത്ത് കറങ്ങിയ ആ മന്ദരപർവ്വതം ഭഗവാന്റെ മുതുകത്ത് ഒരു മസാജ് ചെയ്യുകയായിരുന്നു, ഒന്ന് ചൊറിഞ്ഞു കൊടുക്കുന്നത് പോലെയായിരുന്നു എന്നവിടെ പറഞ്ഞു. അപ്പൊ അതൊക്കെ വലിയ അവതാരങ്ങളാണ്, വലിയ രൂപങ്ങളാണ്. ഇവിടെ വെറും ഒരു 7 വയസ്സ് ബാലൻ. അതാണ് ഇവിടുത്തെ ഏറ്റവും വിസ്മയിപ്പിക്കുന്നതായിട്ടുള്ള കാര്യം, എന്നും എല്ലാവരും ഓർമ്മിപ്പിക്കുന്ന കാര്യം. വരാഹമൂർത്തിയെയോ കൂർമ്മമൂർത്തിയെയോ ചിലപ്പോൾ മറന്നുപോയി എന്ന് വരും. പക്ഷെ ഗോവർദ്ധനധാരിയായിരിക്കുന്ന ഈ ഗിരിധരനെ അത്ര എളുപ്പമൊന്നും ആർക്കും മറക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു അത്ഭുത ഭാവമാണ് ഈ ഏകേന ഹസ്തേന ഗോവർദ്ധനാചലം കൃത്വ ലീലയാ ദദാര. എങ്ങനെ ബാലകഃ ഛത്രാകമിവ, ഒരു കുട്ടി കൂണ് പറിക്കുന്ന ലാഘവത്തിൽ ഭഗവാൻ പറിച്ചുകൊണ്ട് നിന്നു. അപ്പൊ ഇടത് കൈകൊണ്ട് ഈ പർവ്വതത്തെ പൊക്കിപ്പിടിച്ചു. അതിനുശേഷം ഭഗവാൻ എന്ത് പറയുന്നു നോക്കാം. അദാഹ ഭഗവാൻ ഗോപാൻ ഹേംബതാദ പ്രചൗകസഃ യഥോപജോഷം വിശദ ഗിരിഗർത്തം സഗോധനാഃ. അദാഹ ഭഗവാൻ ഗോപാൻ ഹേംബതാദ പ്രചൗകസഃ യഥോപജോഷം വിശദ ഗിരിഗർത്തം സഗോധനാഃ. അദാഹ ഭഗവാൻ ഗോപാൻ. അനന്തരം ഭഗവാൻ ഗോപന്മാരോട് പറഞ്ഞു, ഹേ അംബ താതാ പ്രചൗകസഃ. ആദ്യം അമ്മയെ തന്നെ വിളിക്കണം, യശോദാമ്മയെ വിളിക്കണം. അമ്മേ ഇങ്ങോട്ട് വരൂ, ഹേ അംബ. അപ്പൊ യശോദ അമ്മയെ നോക്കിക്കൊണ്ട് ആദ്യം വിളിച്ചു. അത് കഴിഞ്ഞ് നന്ദഗോപരെ നോക്കിക്കൊണ്ട് താതാ അച്ഛനെ വിളിച്ചു. ഹേ വ്രജൗകസഃ, അല്ലയോ വ്രജവാസികളെ, നിങ്ങളെല്ലാവരും തന്നെ സഗോധനാഹ, നിങ്ങളുടെ ഗോധനങ്ങളോടുകൂടി, നിങ്ങളുടെ ഗോക്കളും പിന്നെന്തൊക്കെ നിങ്ങള് വില പിടിച്ചത് കയ്യിലുണ്ടോ അതെല്ലാം കൊണ്ടുവന്നോളൂ. യഥാ ഉപജോഷം, നിങ്ങൾക്ക് സൗകര്യമായിട്ട്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, ഒരു പേടിയും വേണ്ട, സുഖകരമായിട്ട് എന്നാണ്. യഥാ ഉപജോഷം എന്ന് പറഞ്ഞാൽ ജോഷിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക എന്നാണ്. അപ്പൊ കംഫർട്ടബിളി, ഹാപ്പിലി എന്നൊക്കെ അർത്ഥത്തിലാണ് യഥാ ഉപജോഷം. നിങ്ങൾക്ക് ഉപജോഷമാകും വിധം, ഉപജോഷമാവുക, നിങ്ങൾക്ക് സന്തോഷമാവുക.
നിങ്ങൾക്ക് ഇരുന്ന് സന്തോഷിക്കാൻ പറ്റുന്ന രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് യു ക്യാൻ ഓക്കുപ്പൈ ദിസ് പ്ലേസ് എന്ന അതാണ് യഥാ ഉപജോഷം ഗിരികർത്തം വിശത. ഗിരികർത്തം എന്ന് പറഞ്ഞാൽ ഈ ഗിരിയെ എവിടുന്ന് പുഴക്കിയെടുത്തുവോ ആ സ്ഥാനം, ആ ഗിരി പുഴക്കിയെടുത്തതായിട്ടുള്ള ആ ഒരു സ്ഥലത്തിൽ ആ ഗിരിയുടെ താഴെ നേരെ താഴെ വന്നോളൂ, പ്രവേശിച്ചോളൂ എന്ന് ഗോപാനാഹ, ആ ഗോപന്മാരെ നോക്കി ഭഗവാൻ പറഞ്ഞു. അപ്പോ ഇനിയിപ്പോ ഗോപന്മാർക്ക് വിശ്വാസം ഇല്ലെങ്കിലോ എന്ന് കരുതിയിട്ടായിരിക്കാം ആദ്യം അമ്മയെയും അച്ഛനെയും വിളിച്ചത്. ഈ ഒരു 7 വയസ്സ് ബാലൻ തന്റെ ഒരു കൈകൊണ്ട് ഇത്രയും വലിയ പർവ്വതം എത്ര നേരം തൂക്കി പിടിച്ചു നിൽക്കും? നമ്മൾ അകത്തേക്ക് കയറുമ്പോഴേക്കും പെട്ടെന്ന് തലയിൽ വീണാലോ? ഈ കൊച്ചുകുട്ടിക്ക് ഇത് ഇത്ര നേരം താങ്ങാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള അവിശ്വാസമൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. സാധാരണ ജനങ്ങൾക്ക് എല്ലാറ്റിലും അവിശ്വാസം ഉണ്ടാവില്ലാണല്ലോ, അല്ലെ? ഈ ഗോപന്മാർക്ക് അത്രയൊന്നും ഉണ്ടാവില്ല, നമ്മളെ പോലെയൊന്നും ഉണ്ടാവില്ല. നമ്മൾക്കാണ് എല്ലായിടത്തും അവിശ്വാസം. ഗുരുക്കന്മാരിലും ഈശ്വരനിലും നമ്മുടെ ധർമ്മങ്ങളിലും അതുപോലെയുള്ള എല്ലാ കാര്യത്തിലും അവിശ്വാസം നമുക്കാണ് എന്ന് പറയാം. ആരാണെങ്കിലും അവിടെ ഇരിക്കൂ. അദാഹ ഭഗവാൻ ഗോപാൻ ഹേംബതാത പ്രചൗകസഃ യഥോപജോഷം വിശദാ ഗിരികർത്തം സഗോധനാഹ. അപ്പോ ഈ ഗിരിയുടെ ഗർത്തത്തിലേക്ക്, ആ സ്ഥാനത്തേക്ക്, ഗിരി പുഴക്കിയെടുത്തതായിട്ടുള്ള ആ ഗ്യാപ്പിലേക്ക് നിങ്ങളെല്ലാവരും ഒരു ഗുഹ പോലെ ആയിട്ടുണ്ടാവും. അവിടെ ചെറുതായിട്ടൊന്ന് താഴ്ന്നിട്ട് അവിടേക്ക് എല്ലാവരും പ്രവേശിച്ചോളൂ. നിങ്ങൾക്ക് സൗകര്യപ്രദമാം വണ്ണം നിങ്ങൾ പ്രവേശിച്ചോളൂ. ആരും തിരക്ക് കൂട്ടൊന്നും വേണ്ട, എല്ലാവർക്കും ഇഷ്ടം പോലെ സ്ഥലമുണ്ട് എന്ന മട്ടിലാണ് ഇവിടെ ഭഗവാൻ. കാരണം വലിയ പർവ്വതമാണ് ഗോവർദ്ധന പർവ്വതം എന്ന് പറയുമ്പോൾ, വലിയൊരു പർവ്വതമാണ്. അതിനെ അടിയോടുകൂടി പുഴക്കി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതിന്റെ അടിവശം മുഴുവൻ കാലിയാണ്. അപ്പോൾ വ്രജം എന്ന് പറയുന്നത് 1 യോജന വീതിയും 2 യോജന നീളവുമുള്ളതായിട്ടുള്ള ഒരു ഭൂമിയിലാണ് ഈ ഗോകുലം മുഴുവൻ ടെൻഡ് ചെയ്തിരുന്നത്. അവരുടെ എന്താ പറയുക, കുടിലുകളൊക്കെ നിർമ്മിച്ച് അതിൽ തന്നെയാണ് അതിൽ പശുക്കളെയൊക്കെ അവർ ബന്ധിച്ചിരുന്നത്, അവർ താമസിച്ചിരുന്നത്. അപ്പൊ 2 യോജന നീളം 1 യോജന വീതിയിൽ ഇത്രയും വലിപ്പമുള്ളതായിട്ട് സ്ഥലത്ത് മൊത്തം വ്രജവും തങ്ങിയിരുന്നു. അവിടെയുള്ള എല്ലാവർക്കും, മനുഷ്യന്മാർക്ക് മാത്രമല്ല പശുക്കൾക്കടക്കം അഭയം കൊടുക്കാൻ ഈ ഗോവർദ്ധന പർവ്വതത്തിന്റെ ആ മൂലം, ആ പുഴക്കിയെടുത്തതായിട്ടുള്ള ഗിരികർത്തം അത് പര്യാപ്തമായിരിക്കും. പിന്നെ ഭഗവാന്റെ അല്ലേ സങ്കല്പം. ഇനിയിപ്പോ അഥവാ എന്തെങ്കിലും കുറവുണ്ടെങ്കിലും ഭഗവാൻ അത് വേണ്ട പോലെ വികസിപ്പിക്കും. ഈ ലോകത്തെ തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ഭഗവാന് ഈ ഗോവർദ്ധന പർവ്വതത്തിന്റെ അടിയിലുള്ള ഈ ഗർത്തത്തെ അല്പം വികസിപ്പിച്ച് കംഫർട്ടബിൾ ആക്കാൻ വല്ല പ്രയാസമുണ്ടോ? അതാണ് ഭഗവാന്റെ യോഗ ഐശ്വര്യം. എന്റെ യോഗേശ്വരത്വം കൊണ്ട് ഞാൻ ഈ പർവ്വതത്തെ പുഴക്കും, ഇതിനെ പൊക്കിപ്പിടിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഭഗവാന്റെ ആ യോഗൈശ്വര്യം ഇവിടെയും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ അതിനെക്കുറിച്ചും സംശയിക്കേണ്ട. എല്ലാവരും കൂടി എങ്ങനെ ഇതിൻ്റെ അകത്ത് കുത്തിക്കയറ്റുക? അത് നിങ്ങളാണത് പർവ്വതം പൊക്കിയത്? നിങ്ങളെ പോലെയുള്ള മനുഷ്യന്മാരാണോ പൊക്കിയിരിക്കുന്നത്? സാക്ഷാൽ ജഗതീശ്വരനാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന നാഥനാണിത് ചെയ്യുന്നത്. ഐശ്വര്യ പരിപൂർണനാണ്. എല്ലാ സിദ്ധികളും ഭഗവാന്റെ വിഭൂതികളാണ്. അണിമയും മഹിമയും ഗരിമയും ലഘിമയും ഈശിത്വവും വശിത്വവും പ്രാപ്തിയും പ്രാകാശ്യവും എല്ലാം ഭഗവാന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ദാസന്മാരാണ്, ഭൃത്യകളാണ്. അങ്ങനെയുള്ള ഭഗവാൻ ഇവിടെ ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ട് എല്ലാവരും കംഫർട്ടബിൾ ആയിട്ട് കയറി ഇരുന്നോളൂ എന്ന് അവിടെ തിരക്കുണ്ടാവുമോ? അവിടെ എന്താ പറയുക, ലോകത്തിലേക്ക് എല്ലാറ്റിലും വെച്ച് സൗകര്യമുള്ള സ്ഥാനമായിരിക്കും. അപ്പൊ അങ്ങനെ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടങ്ങളെയും തന്റെ കുക്ഷിയിലടക്കുന്നതായിട്ടുള്ള ഭഗവാന് ഈ ഒരു കാര്യം നിസ്സാരം എന്ന് ഗ്രഹിക്കാവുന്നതേ ഉള്ളൂ. അദാഹ ഭഗവാൻ ഗോപാൻ ഹേംബതാദ വ്രജൗകസഃ യഥോപജോഷം വിശദാ ഗിരിഗർത്തം സഗോധനാഃ നത്രാസൈഹവഃ കാര്യോ മദ്ഹസ്താദ്രിനിപാതനെ വാദവർഷഭയേനാലം തത്രാളം വിഹിതം ഹിവഃ നത്രാസൈഹവഃ കാര്യോ മദ്ഹസ്താദ്രിനിപാതനെ വാദവർഷഭയേനാലം തത്രാണം വിഹിതം ഹിവഃ.
ഇഹ മദ്ഹസ്ത അദ്രിനിപാതേന ത്രാസഃ വഹ ന കാര്യഃ. ഇഹ ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ന കാര്യഃ. എന്ത് ത്രാസഃ? ത്രാസം എന്നാൽ ഭയം. അപ്പോ ഈ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ മദ്ഹസ്ത അദ്രിനിപാതനേ, എന്റെ കയ്യിൽ നിന്ന് അദ്രി നിപതിക്കും, ഈ പർവ്വതം താഴെ വീഴും എന്നുള്ള കാര്യത്തില് നിങ്ങൾക്കൊരു ഭയവും വഹ ന കാര്യഃ യുഷ്മാഭിഹി ന കാര്യഃ എന്നർത്ഥം. നിങ്ങളാൽ ഭയം ചെയ്യേണ്ട കാര്യമേ ഇല്ല, ഭയപ്പെടേണ്ടതേ ഇല്ല. വാതവർഷ ഭയേന അലം. ഇനി പുറത്തുള്ളതായിട്ടുള്ള കാറ്റും മഴയും ഇതിനകത്തേക്ക് വരുമോന്ന് പേടിക്കണ്ടോ? ഇത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ബിൽഡിങ്ങുകളല്ല. ലീക്ക് അടിക്കാനും കാറ്റടിച്ചാൽ ഉള്ളിലേക്ക് വെള്ളം വരാനും. അപ്പൊ വാതവർഷ ഭയവും നിങ്ങൾക്ക് വേണ്ട. അലം എന്താ പറയാ, അലം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചും നിങ്ങൾ ഇത്ര നേരം പേടിച്ചു മതി, ഇനി പേടിക്കേണ്ട കാര്യമില്ല. യു ആർ സേഫ് ഹിയർ. ഒരു തുള്ളി വെള്ളം, ഒരിത്തിരി കാറ്റ് രൂക്ഷമായിട്ട് നിങ്ങളെ വേദനിപ്പിക്കാൻ, ദുഃഖിപ്പിക്കാനുള്ളതായിട്ടുള്ള കാറ്റോ വെള്ളമോ ഇതിനകത്തേക്ക് വരില്ല. തത്രാണം വഹ വിഹിതഃ. തത്രാണം അവയിൽ നിന്നൊക്കെ ഉള്ളതായിട്ടുള്ള ത്രാണം, രക്ഷ, വഹ നിങ്ങൾക്ക്, വിഹിതം മയാ വിഹിതം എന്നാൽ ചെയ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഡൺ എന്നാ പറയണ ഭഗവാൻ. ഇനി ആലോചിക്കട്ടെ, നോക്കട്ടെ, ആവുമോ നോക്കട്ടെ. അതൊക്കെ നമുക്ക് വേണ്ട വാക്കുകളാണതെല്ലാം അല്ലേ. ഞാൻ നോക്കട്ടെ, ഞാൻ പരിഗണിക്കാം, ചിന്തിക്കട്ടെ, ആലോചിക്കട്ടെ, എത്ര പേര് കയറാൻ പറ്റും നോക്കൂ, ബാക്കിയുള്ളവരൊക്കെ പുറത്തു നിൽക്കൂ, മഴയും കാറ്റുമൊക്കെ വന്നു കഴിഞ്ഞാൽ തടുക്കാൻ പറ്റുമെന്ന് ഞാൻ ആലോചിക്കട്ടെ. ഒന്നും വേണ്ട ഭഗവാൻ പറയണം വിഹിതം. എവ്രിതിങ് ഈസ് ഡൺ, ഡോണ്ട് വറി. ഇത്രയും ധൈര്യമാണ് ഭഗവാൻ തന്റെ വാക്കുകളിലൂടെ ആ ഗോപന്മാർക്ക് കൊടുക്കുന്നത് എന്നർത്ഥം. തതസ്തേ അല്ല നിർയാതത്യജ തത്രാസം ഗോപാഹ. സോറി. നത്രാസൈവ കാര്യോ മദ്ഹസ്താദ്രിനിപാതനേ വാദവർഷഭയേനാലം തത്രാണം വിഹിതം ഹിവഃ. തഥാ നിർവിവിശുർഗർത്തം കൃഷ്ണാശ്വാസിതമാനസാഃ യഥാവകാശം സദനാഃ സവ്രജാഃ സോപജീവിനഃ. തഥാ നിർവിവിശുർഗർത്തം കൃഷ്ണാശ്വാസിതമാനസാഃ യഥാവകാശം സദനാഃ സവ്രജാഃ സോപജീവിനഃ. തഥാ ഭഗവാൻ അപ്രകാരം പറഞ്ഞപ്പോൾ അതേപോലെ തന്നെ ഭഗവാനെ അനുസരിച്ചുകൊണ്ട്, ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ശങ്കയില്ല, സംശയമില്ല. അതുകൊണ്ട് അവര് കൃഷ്ണാശ്വാസിത മാനസഃ, കൃഷ്ണനാൽ ആശ്വസിപ്പിക്കപ്പെട്ട മനസ്സോടുകൂടി അവരുടെ മനസ്സ് കിടന്ന് ചകിതമായിരിക്കുകയായിരുന്നു, പടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഇടിയും മഴയും കൽമാരിയും വെള്ളപ്പൊക്കവും എല്ലാം കൂടി സർവസ്വവും നശിച്ചു പോകുമോ, പ്രാണനും നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളതായിട്ടുള്ള ശങ്കയുണ്ടായിരുന്നു. ഭയം കൊണ്ട് ചകിതരായിരുന്നു അവര്. ഇപ്പതാ ഭഗവാന്റെ ഈ വാക്കും ഈ പ്രവൃത്തിയും കണ്ടപ്പോൾ കൃഷ്ണ ആശ്വാസിത മാനസാ, അവരുടെ മനസ്സ് അടങ്ങി. അതിപ്പോ ദീർഘശ്വാസം വിടാൻ തുടങ്ങി. മറ്റത് വളരെ വേഗത്തില് കഥച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരൊക്കെ. അത് മാറി നല്ല ആശ്വാസത്തിന്റെ ശ്വാസമായി നിർത്താം. കൃഷ്ണാശ്വാസിത മാനസാഹ. അങ്ങനെ അവര് തഥാ നിർവിവിശുർഗർത്തം, ആ ഗോവർദ്ധനത്തെ പഴുക്കിയതായിട്ടുള്ള ഗർത്തത്തിലേക്ക് എല്ലാവരും ഉള്ളിലേക്ക് നിതരാം വിവിശുഹു, നന്നായി പ്രവേശിച്ചു എന്നർത്ഥം. എല്ലാവരും ഉള്ളിലേക്ക് പ്രവേശിച്ചു. എന്നിട്ടോ യഥാവകാശം, അവകാശം എന്ന് പറഞ്ഞാൽ സ്പേസ്, യഥാവകാശം വേണ്ട പോലെ സ്പേസ് ഉണ്ട് അവിടെ. അങ്ങനെ എല്ലാ സ്പേസോടും കൂടിയിട്ട് അവര് ആരോടൊക്കെ കൂടിയിട്ടാണ്? സദനാഹ സോപജീവിനഃ. സദനാഹ അവരുടെ ഗോധനങ്ങൾ, മറ്റ് വീട്ടുപകരണങ്ങളൊക്കെ ആവുന്നതൊക്കെ ചുമന്നുകൊണ്ട് ഓടി വന്നിട്ടുണ്ടാവും. അവരുടെ വണ്ടികളുണ്ടാവും, കാളവണ്ടികള്. ഇതൊക്കെ ധനങ്ങളാണ് അവരുടെ. അതിൽ ധാന്യങ്ങളും അല്ലെ മറ്റു ഉപകരണങ്ങളും ഒക്കെ അതിൽ ചുമന്നുകൊണ്ട് വന്നിട്ടുണ്ടാവും വേഗം. അങ്ങനെ എന്താ പറയാ, അഭയാർത്ഥി ക്യാമ്പിലേക്ക് വരുമ്പോ എങ്ങനെയാണോ മഴ അല്ലെ പ്രളയമൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോരുത്തരും അവരവർക്ക് കിട്ടിയതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്, അതുപോലെ ഈ ഗോപന്മാരും അവരുടെ ഇതെല്ലാം പശുക്കളോട് കൂടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സവ്രജാഹ, സവ്രജം എന്ന് പറഞ്ഞാൽ
എന്താ പറയുക, എടുക്കാൻ പറ്റുന്നതൊക്കെ, മൊബൈലായിരിക്കുന്നതല്ല, മൊബിലിറ്റി ഉള്ള വസ്തുക്കളൊക്കെ എടുത്തിട്ടുണ്ട്, പുഴക്കാൻ പറ്റുന്നതൊക്കെ പുഴക്കിയിട്ടുണ്ട്. സോപജീവിന, അവരുടെ ഉപജീവികൾ എന്ന് പറഞ്ഞാൽ ഇവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഭൃത്യന്മാരും മറ്റുമൊക്കെ ഉണ്ട്. ഓരോ ഗോപന്മാർക്കും അവരവരുടേതായിട്ടുള്ള ജോലിക്കാരും മറ്റുമൊക്കെ ഉണ്ട്. അവരോടും കൂടി യഥാവകാശം ഗർത്തം നിർവിവിശു, വേണ്ട പോലെ സ്പേഷ്യസ് ആയിട്ടുള്ള ആ ഗർത്തത്തിലേക്ക് അവരെല്ലാം പ്രവേശിച്ചു. ഒരു തിരക്കും ഇല്ല അവിടെ. ഭഗവാന്റെ ആ ഒരു എന്താ പറയുക കാരുണ്യം കൊണ്ട്, ഭഗവാന്റെ യോഗേശ്വരത്വം കൊണ്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ആർക്കുമില്ല. വീട്ടിലിരുന്നതിനേക്കാട്ടിലും സേഫായിട്ട് കംഫർട്ടബിൾ ആയിട്ട് അവര് അവിടേക്ക് പ്രവേശിച്ചു. തദാ നിർവിവിസുർഗർത്തം കൃഷ്ണാശ്വാസിതമാനസാഹ യഥാവകാശം സദനാഹ സവ്രജാസോപജീവിനഃ ക്ഷുത്രിവ്യധാം സുഖാപേക്ഷാം ഹിത്വാ തൈർവ്രജവാസിഭിഃ വീക്ഷ്യമാണോ ദദൗ അദ്രിം സപ്താഹം നാചലത്പദാത്. ക്ഷുത്രിവ്യധാം സുഖാപേക്ഷാം ഹിത്വാ തൈർവ്രജവാസിഭിഃ വീക്ഷ്യമാണോ ദദൗ അദ്രിം സപ്താഹം നാചലത്പദാത്. അവരെല്ലാ വ്യഥകളും ഉപേക്ഷിച്ചു. ക്ഷുത്രിവ്യധാം ഹിത്വാ, ക്ഷുത്ത് തൃട്ട്, ക്ഷുത്ത് വിശപ്പ്, തൃട്ട് തൃഷ്ണ ദാഹം. അപ്പൊ വിശപ്പും ദാഹത്തിന്റെയും വ്യത, അതൊരു വ്യത തന്നെയാണ്, എല്ലാവർക്കും ഉള്ള വ്യതയാണത്. അപ്പൊ വിശപ്പും ദാഹവുമാകുന്ന ദുഃഖത്തെയും അത് ഹിത്വ ത്യജിച്ചു. സുഖാപേക്ഷ ഹിത്വ, സുഖാപേക്ഷയെയും അവര് ഉപേക്ഷിച്ചു. ഇപ്പൊ സുഖാപേക്ഷ എന്ന് പറഞ്ഞാൽ എനിക്ക് സുഖം വേണം, സുഖം വേണം, സുഖം വേണം എന്നുള്ള ആ കംഫർട്ടിന് വേണ്ടി, ലക്ഷറിക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ, താല്പര്യം, ആഗ്രഹം. ഇപ്പൊ അവര് പ്രാണനും കൊണ്ട് ഓടി വന്നതാണ്. ഇവിടെ എന്ത് കിട്ടിയാലും അത് പരമാനന്ദമാണ്, സുഖമാണ്. അല്ലേ? നമുക്ക് ജീവിതത്തില് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു കഴിയുമ്പോഴേ ചെറിയ സുഖങ്ങൾ കിട്ടുമ്പോൾ അത് വലിയ സുഖമാണെന്ന് അറിയുള്ളൂ. എന്നും സുഖം മാത്രം അനുഭവിക്കുന്നവർക്ക് എന്നും കംപ്ലൈന്റ് ഉണ്ടാകും. ജീവിതത്തിൽ ഒരിക്കലും കഷ്ടപ്പാട് അനുഭവിക്കാത്തവർക്ക് ഏത് കാര്യത്തിലും കംപ്ലൈന്റ് ധാരാളം ഉണ്ടാവും. കാരണം അവരെല്ലാം സുഭിക്ഷമായി എല്ലാ സുഖത്തിലും കഴിഞ്ഞവരാണ്. അതുകൊണ്ട് അവർക്ക് എവിടെ പോയാലും ഒരു ടോളറൻസ് ഒട്ടും ഉണ്ടാവില്ല. ഒരു കാര്യത്തിലും അവർക്ക് നല്ലത് എന്നുള്ള അഭിപ്രായം ഉണ്ടാവില്ല. എല്ലാറ്റിനെയും കുറ്റം പറയും. നേരെ മറിച്ച് മുമ്പ് നല്ലതൊന്നും കിട്ടാത്ത കഷ്ടപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ആളുകൾ, അല്ലേ? അത് തന്നെയാണ് നമ്മൾ പഴഞ്ചൊല്ലായിട്ട് പറയുക, തീയിൽ മുളച്ചത് വെയിലത്ത് വാടുമോ എന്ന്. ഇവിടെ ഈ മഴയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി, പ്രാണനും കൊണ്ട് രക്ഷപ്പെട്ടാൽ മതി, നമ്മൾക്ക് വിലപിടിച്ചവർക്ക് നഷ്ടപ്പെടാതിരുന്നാൽ മതി എന്നുള്ളതായിട്ടുള്ളൊരു ആ വ്യഗ്രതയോടുകൂടി വന്നവർക്ക് ഇനി സുഖാപേക്ഷ ഉണ്ടാവുമോ? ഒട്ടുമില്ല. മാത്രമല്ല, അവർ ആരുടെ അടുത്തായിരിക്കുന്നത്? ഭഗവാന്റെ അടുത്ത്, ആനന്ദസ്വരൂപനായ ഭഗവാന്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഇനി സുഖാപേക്ഷത്തിൽ പരം വേറെ ഉണ്ടോ? ഈ ഭഗവാന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത്? ഇനി ഇതിൽ പരം സുഖം വേറെ അവർക്ക് ആവശ്യവുമില്ല. അത്രയും സുരക്ഷിതരാണ്, അത്രയും സന്തോഷമാണ് അവർ അനുഭവിക്കുന്നത്. അപ്പൊ പിന്നെ എന്ത് സുഖാപേക്ഷ? അതുകൊണ്ട് സുഖാപേക്ഷാം ഹിത്വാ വ്രജവാസിഭിഃ തൈഹി വീക്ഷ്യമാണഃ, ആ വ്രജവാസികളായിട്ടുള്ള ഗോപന്മാരാൽ, അവരാൽ വീക്ഷ്യമാണഃ, അവരെല്ലാം ഭഗവാനെ നോക്കിക്കൊണ്ട് അത്ഭുതത്തോടെ നോക്കുകയാണ്. എന്താ ഈ ഭഗവാൻ കാണിക്കുന്നത്? നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഈ പർവ്വതത്തെ തന്നെ തന്റെ ഒരു കൈ കൊണ്ട് പൊക്കി നിൽക്കുന്ന ആ നിൽപ്പൊന്ന് നോക്കൂ എന്ന് പരസ്പരം അവരെല്ലാം ആശ്ചര്യത്തോടെ വായും പൊളിച്ച് ഭഗവാനെ നോക്കിക്കൊണ്ടിരിക്കുക. വീക്ഷ്യമാണഃ, ആ അങ്ങനെയുള്ള ഭഗവാൻ അദ്രിം സപ്താഹം ദദൗ, ആ അദ്രിയെ പർവ്വതത്തെ, ഗോവർദ്ധനത്തെ സപ്താഹം 7 ദിവസം ദദൗ ധരിച്ചു നിന്നു. പദാത് നാചലത്, ഭഗവാന് ഒന്ന് നിന്നിടത്തുന്ന ഒന്ന് അനങ്ങേണ്ട ആവശ്യം പോലും ഇല്ല എന്നർത്ഥം, അല്ലേ? ഒന്ന് ഭാരം മാറ്റിപ്പിടിക്കാനായിക്കൊണ്ട് ഇടത് കൈയിൽ നിന്ന് വലത് കൈയിലേക്കാക്കാനോ, ഈ ഭഗവാൻ കാല് എപ്പോഴും ത്രിഭംഗി ലളിതാകൃതിയാണ്. കാലൊന്ന് വളച്ചു വെച്ച് നിൽക്കും, അല്ലേ? പിണച്ചു വെച്ച് നിൽക്കും. ഒറ്റക്കാലിൽ നിൽക്കലാണ് ഭഗവാന്റെ ശീലം. അപ്പൊ ഒരു കാല് പിണച്ചു വെച്ചിട്ടുണ്ടാവും, അതുപോലെ ഇളക്കേണ്ട ആവശ്യമില്ല ഭഗവാന്. ലീലയായിട്ട് ഇളക്കും, അല്ലാതെ ഭാരം കൊണ്ടല്ല ഇളകുന്നത്. അപ്പൊ ഭഗവാൻ നിന്നിടത്തുനിന്നൊന്ന് ചലിക്കുക പോലും ചെയ്തില്ല എന്ന് വെച്ചാൽ ഇവർക്ക് പേടി ഉണ്ടാക്കുന്ന ഒരു പണിയും ചെയ്തില്ല എന്നർത്ഥം. ഹിമാലയത്തേക്കാൾ ഭദ്രമാണ് എന്റെ കൈകൾ എന്ന് ഭഗവാൻ അവർക്ക് കോൺഫിഡൻസ് കൊടുത്തു. അല്പം പോലും ഭയം കൊടുത്തില്ല, അല്ലേ? വേറെ എന്താ പറയാ,
പല ചിത്രങ്ങളിലും നമുക്ക് കാണാം. തമാശയായിട്ട് കൂട്ടുകാരായ ഗോപന്മാര് അവരുടെ കയ്യിലുള്ള വലിയ വലിയ തടികളും മുളത്തടികളും മറ്റുമൊക്കെ ഊന്നു കൊടുത്തുകൊണ്ട് ഞങ്ങളുണ്ട് സഹായിക്കാൻ എന്ന് പറഞ്ഞ് ഭാവിച്ച് നിൽക്കുന്നത്. ഞങ്ങളും താങ്ങാട്ടോ, കൃഷ്ണൻ ഇനി ഭാരം കൂടണ്ട, ഒറ്റയ്ക്ക് താങ്ങണ്ട, ഞങ്ങളും ഉണ്ട് കൂട്ടത്തിന് എന്ന് പറഞ്ഞ് പലരും അവരുടെ കയ്യിലുള്ള ദണ്ടുകൾ കൊണ്ട് മുളകൾ കൊണ്ട് ഒക്കെ താങ്ങി പിടിച്ചിരിക്കുന്ന പോലെയുള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് പലയിടത്തും കാണാം. അതൊരു രസകരമായിട്ടുള്ള ഒരു ഭാവം അവരുടെ മുഖത്ത് കാണാം. അവർ കളിയായിട്ടാണ് അത് ചെയ്യുന്നത്. ഇനി കൃഷ്ണന് ഞങ്ങൾ സഹായിച്ചില്ല എന്ന് വേണ്ട. ഇത് തന്നെയാണ് ജീവിതത്തിൽ നമ്മളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ താൻ പാതി ചെയ്യണം നമ്മൾ, അപ്പോഴേ ദൈവം പാതി ഉണ്ടാവുള്ളൂ. ഇവിടെ ദൈവം തന്നെയാണ് മുഴുവൻ ചെയ്തിരിക്കുന്നത്, ഭഗവാൻ തന്നെയാണ് എല്ലാം പൊക്കി നിൽക്കുന്നത്. എങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം ചെയ്യേണ്ട കേട്ടോ കൃഷ്ണ, ഞങ്ങളെ കൊണ്ടാവുന്നത് പോലെ ഞങ്ങളും താങ്ങിപ്പിടിക്കാട്ടോ എന്ന മട്ടില് അവരും താങ്ങിപ്പിടിച്ച് കാണിക്കണം. അതൊരു സന്ദേശമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഓരോരുത്തരും നമ്മളാലാവുന്നത് ചെയ്യണം, ബാക്കി ഭഗവാൻ നോക്കിക്കോളും എന്ന് ഭഗവാന് വിട്ടുകൊടുക്കുക. അങ്ങനെ രസകരമായിട്ട് കഴിയണം. ഭഗവാൻ ഇളകിയില്ല, 7 ദിവസം അനങ്ങിയില്ല എന്ന ശുത്രുവ്യധാം സുഖാപേക്ഷാം ഹിത്വാ തൈർവ്രജവാസിഭിഃ വീക്ഷ്യമാണോ ദദാവദ്രിം സപ്താഹം നാചലത്പദാത്. ഇപ്പൊ വിശപ്പും ദാഹവും അവർ അറിഞ്ഞതേ ഇല്ല എന്ന ആനന്ദമാണ് അനുഭവിക്കുന്നത്. ഭഗവാന്റെ ആ കടാക്ഷമാകുന്ന അമൃതം അവരെ പോഷിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആശ്വസിപ്പിച്ചും സന്തോഷിപ്പിച്ചും കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എങ്ങനെ വിശപ്പും ദാഹവും. കൃഷ്ണയോഗാനുഭാവം തം നിശാമ്യ ഇന്ദ്രോ അതിവിസ്മിതഃ നിസ്തംഭോ ഭ്രഷ്ടസങ്കൽപഃ സ്വാൻമേഘാൻ സന്യവാരയത്. കൃഷ്ണയോഗാനുഭാവം തം നിശാമ്യ ഇന്ദ്രോതിവിസ്മിതഃ നിസ്തംഭോ ഭ്രഷ്ടസങ്കൽപഃ സ്വാൻമേഘാൻ സന്യവാരയത്. തം കൃഷ്ണയോഗാനുഭാവം ഇന്ദ്രഃ നിശാമ്യ അതിവിസ്മിതഃ. ആ കൃഷ്ണയോഗാനുഭാവം, കൃഷ്ണന്റെ യോഗ സാമർഥ്യം, യോഗപ്രഭാവം, സർവ ഐശ്വര്യഭാവം ഈ ഗോവർദ്ധന പർവ്വതത്തെ നിസാരമായി 7 ദിവസം അനങ്ങാതെ പിടിക്കുക, ഒരു തുള്ളി മഴയും കാറ്റും ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാതെ അവരെയൊക്കെ രക്ഷിക്കുക, ഇതൊക്കെ ഭഗവാന്റെ യോഗപ്രഭാവമാണ്. അപ്പോൾ ഇതിനെ ഇന്ദ്രഃ നിശാമ്യ, ഇന്ദ്രൻ കണ്ടിട്ട് നേരിൽ കാണുന്നു. ഈ മേഘങ്ങളുടെ പുറകെ ഐരാവതത്തിൽ വന്നതാണ് ഈ കാഴ്ചയൊക്കെ കാണാനും ഇവരെ കൂടുതൽ ഉപദ്രവിക്കാനും. പക്ഷെ വന്നപ്പോ കണ്ട കാഴ്ച ഈ കൃഷ്ണൻ ഒറ്റ കയ്യില് ഈ ഗോവർദ്ധനത്തെ പൊക്കിക്കൊണ്ട് ഇവരെല്ലാം അകത്താക്കിക്കൊണ്ട് ഇവരെല്ലാം സന്തോഷിപ്പിച്ചുകൊണ്ട് തമാശകൾ പറഞ്ഞും പുല്ലാങ്കുഴലൂതിയും അല്ലേ ഓരോരുത്തരോട് നോക്കിക്കൊണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ട് തമാശകളോടുകൂടി നേരം കഴിക്കുന്ന ഭഗവാൻ. അപ്പൊ ഇന്ദ്രഃ നിശാമ്യ അതിവിസ്മിതഃ, അത്യന്തം വിസ്മയിച്ചവനായി ആശ്ചര്യപ്പെട്ടവനായി. നിസ്തംഭഃ, ഇത് അവന്റെ ആ സ്തംഭത എന്ന് പറഞ്ഞാലോ ഗർവം, സ്തബ്ധഭാവം, ഒരു തൂണ് പോലെ അനങ്ങാതെ നിന്നിരുന്ന ആ ഗർവം അവന്റെ തലക്കിട്ട് അടി കിട്ടിയതുപോലെ ഈ ഭഗവാന്റെ ഈ പ്രവൃത്തി. അങ്ങനെ നിസ്തംഭഃ, ഗർവം നശിച്ചവനായി. ഭ്രഷ്ടസങ്കൽപഃ, അവൻ എന്താ സങ്കല്പിച്ചത്? ഈ ഗോകുലത്തെ മുഴുവൻ ഞാൻ നശിപ്പിക്കും എന്നാണ് സങ്കല്പിച്ചത്. ആ സങ്കല്പം ഭ്രംശിച്ചുപോയി, അത് ചീറ്റിപ്പോയി, ഇനി നടപ്പില്ല എന്ന് ബോധ്യമായി. ഈ കൃഷ്ണന്റെ അടുത്ത് എന്റെ ഏത് വിദ്യയും വേലയും നടക്കാൻ പോകുന്നില്ല. ഞാൻ വിചാരിച്ചാൽ ഈ ഗോകുലത്തെ ഒരു പൊടി പോലും ഒന്ന് ഉപദ്രവിക്കാൻ സാധിക്കില്ല. ഇത് ബോധ്യം വന്ന് ഭ്രഷ്ടസങ്കൽപ, സങ്കല്പം ഭ്രംശിച്ചവനായിട്ട് സ്വാൻ മേഘാൻ സന്യവാരയത്. ഇനി വല്ല ബാക്കി അടിയും പൊടിയും കുറച്ച് മേഘങ്ങൾ ഉണ്ടാവും. പ്രധാന മേഘങ്ങളൊക്കെ പെയ്തൊഴിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ബാക്കിയുള്ള മേഘങ്ങളെ സന്യവാരയത്, എല്ലാവരെയും തിരിച്ചയച്ചു. മതിയാക്കൂ, നടക്കില്ല, നമ്മളുടെ പ്രയത്നം വൃഥാവിലായി പോകുന്നു, അതുകൊണ്ട് നിങ്ങളെല്ലാം തിരിച്ചു പോകൂ എന്ന് മേഘങ്ങളെയെല്ലാം യഥാസ്ഥാനത്തേക്ക് തിരിച്ചയച്ചു. സ്വാൻ മേഘാൻ സന്യവാരയത്. കൃഷ്ണയോഗാനുഭാവം തം നിശാമ്യ ഇന്ദ്രോതി വിസ്മിതഃ നിസ്തംഭോ ഭ്രഷ്ടസങ്കൽപഃ സ്വാൻ മേഘാൻ സന്യവാരയത്.
ഖം വ്യഭ്രമുദിതാദിത്യം വാതവർഷം ച ദാരുണം നിശാമ്യോപരതം ഗോപാൻ ഗോവർദ്ധനധരോബ്രവീത്. ഖം വ്യഭ്രമുദിതാദിത്യം വാതവർഷം ച ദാരുണം നിശാമ്യോപരതം ഗോപാൻ ഗോവർദ്ധനധരോബ്രവീത്. അപ്പോ ഖം ആകാശം, വ്യഭ്രം, വ്യഭ്രം എന്ന് പറഞ്ഞാൽ വിഗതമായ അഭ്രത്തോടു കൂടിയത്. അഭ്രം മേഘം. ഇപ്പൊ വ്യഭ്രം എന്ന് പറഞ്ഞാലോ മേഘമില്ലാത്തതായി. ആകാശത്ത് ഒരു തുള്ളി മേഘം പോലും ഇല്ല, ഒരു ശകലം മേഘം പോലും ഇല്ല. അങ്ങനെ വിഗതമായ മേഘത്തോടു കൂടിയതും ഉദിതാദിത്യം. ഇതുവരെ 7 ദിവസം സൂര്യനെ കണ്ടിട്ടില്ല. ഇപ്പൊ എല്ലാ മേഘങ്ങളും കാലിയായി. ഇപ്പൊ തെളിഞ്ഞു ആകാശം, സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു. അങ്ങനെ ഉദിതാദിത്യം. അങ്ങനെയുള്ള ഖം ദാരുണം വാതവർഷം ഉപരതം. ഇത് ഇത്ര നേരം ദാരുണമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു. വാതവർഷം അത് ഉപരതം, അത് ഉപരമിച്ചിരിക്കുന്നു, ശമിച്ചിരിക്കുന്നു. കാറ്റും മഴയുമെല്ലാം ശമിച്ചതായിട്ടും നിശാമ്യ കണ്ടിട്ട് ഗോവർദ്ധനധരഃ ഗോപാൻ അബ്രവീത്. ഗോവർദ്ധനധരനായ ഭഗവാൻ ഇപ്പൊ ഗോപന്മാര് തന്റെ ആ ഗോവർദ്ധനത്തിന്റെ കീഴിൽ നിൽപ്പുണ്ട്. അവരോടൊക്കെ ആയിട്ട് ഇങ്ങനെ പറയുകയാണ്. അബ്രവീത്, ഭഗവാൻ പറഞ്ഞു. ഖം വ്യഭ്രമുദിതാദിത്യം വാതവർഷം ച ദാരുണം നിശാമ്യ ഉപരതം ഗോപാൻ ഗോവർദ്ധനധരോബ്രവീത്. നിർയാത ത്യജതത്രാസം ഗോപാസ്ത്രീധനാർഭഗാഃ ഉപാരതം വാതവർഷം വ്യുതപ്രായാശ്ച നിമ്നഗാഃ. നിർയാത ത്യജതത്രാസം ഗോപാസ്ത്രീധനാർഭഗാഃ ഉപാരതം വാതവർഷം വ്യുതപ്രായാശ്ച നിമ്നഗാഃ. ഭഗവാൻ ആ ഗോപന്മാരെ സംബോധന ചെയ്യുന്നു. ഗോപാഹ, അല്ലയോ ഗോപന്മാരെ, നിങ്ങള് നിർയാത നിർഗമിച്ചാലും പുറത്തേക്ക് വന്നാലും എവിടുന്ന് ഈ പർവ്വതത്തിന്റെ താഴത്തുനിന്ന് ഈ ഗർത്തത്തിൽ നിന്ന് ആരോടുകൂടി സസ്ത്രീധനാർഭഗാഃ നിങ്ങളുടെ സ്ത്രീകളോടും നിങ്ങളുടെ ധനങ്ങളോടും അർഭകന്മാരോടും കൂടെ. അർഭകന്മാര് കുട്ടികൾ. അപ്പൊ നിങ്ങളുടെ ഗോധനങ്ങൾ, നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ ഭാര്യമാർ, വേറെ എന്തൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ ഉപകരണങ്ങളൊക്കെ എല്ലാം എടുത്തുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കോളൂ. മാത്രമല്ല ത്യജത ത്രാസം, ത്രാസം ത്യജത, ഭയം ഉപേക്ഷിച്ചോളൂ. പുറത്തേക്ക് ഇറങ്ങിയാൽ എന്തെങ്കിലും സംഭവിക്കുമോ, ഇനിയും വരും മഴ എന്നുള്ള പേടിയോ ഒന്നും വേണ്ട. ധൈര്യമായിട്ട് പൊക്കോളൂ. ത്രാസം ത്യജത വാതവർഷം ഉപാരതം, കാറ്റും മഴയൊക്കെ ശമിച്ചു, ഇനി വരാൻ പോകുന്നില്ല. നിമ്നഗാഹ വ്യുതപ്രായാഹ, നിമ്നഗാഹ എന്ന് പറഞ്ഞാൽ താഴോട്ടൊഴുകുന്ന നദികൾ അർത്ഥം. നിമ്നം ഗച്ഛതി, താഴോട്ടേക്ക് ഒഴുകുന്നതാണ് നദികളുടെ സ്വഭാവം. അപ്പൊ ആ നദികളെല്ലാം വ്യുതപ്രായാഹ, വ്യുതപ്രായം വിശേഷേണ അല്ല വിഗതമായ ഉദകത്തോടു കൂടിയത്. പ്രായേണ ഉദകം വിഗതം, വെള്ളമൊക്കെ ഒലിച്ചു പോയി കഴിഞ്ഞു, പോകാനുള്ള വെള്ളമൊക്കെ പോയി കഴിഞ്ഞു. അങ്ങനെ വ്യുതപ്രായാഹ, വെള്ളം കുറഞ്ഞവയായി, വെള്ളമെല്ലാം ഒഴുകിപ്പോയി, നിമ്നകങ്ങൾ കാലിയായി, വെള്ളപ്പൊക്കമൊന്നുമില്ല ഇപ്പൊ എവിടെയും. എല്ലായിടത്തും നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഭൂമിയൊക്കെ കാണാം. നിമ്നോന്നതങ്ങളൊക്കെ മുമ്പ് നിറഞ്ഞിരുന്നു, അതൊക്കെ മാറി എന്നർത്ഥം. നിർയാതത്യജതത്രാസം ഗോപാസ്ത്രീധനാർഭഗാഃ ഉപാരതം വാതവർഷം വ്യുതപ്രായാശ്ച നിമ്നഗാഃ. അപ്പോ ഇവിടെ ഗോവർദ്ധന പർവ്വതവും ഭഗവാന്റെ സ്പർശമേറ്റ് കൂടുതൽ പുണ്യപർവ്വതമായി മാറി. മാത്രമല്ല ഈ ഗോവർദ്ധനമാണ് ഈ ഗോപന്മാരെ രക്ഷിച്ചത് എന്നുള്ളൊരു പ്രതീതിയും ഭഗവാൻ ഈ സന്ദർഭത്തിൽ ഉണ്ടാക്കി. അങ്ങനെ ആ ഗോവർദ്ധനത്തെ എല്ലാവരുടെ മനസ്സിലും ആരാധിക്കാനായിക്കൊണ്ട് അല്ലേ പ്രതിഷ്ഠിച്ചു എന്നർത്ഥം. ഒരു ആദരവ് എല്ലാവരുടെ ഉള്ളിലും ഗോവർദ്ധനത്തെ കുറിച്ചുണ്ടായി. ഇതാണ് ഭഗവാന്റെ ഈ ലീലയുടെ മറ്റൊരു കാര്യം. തതസ്തേ നിർയയുർഗോപാഃ സ്വം സ്വം ആദായ ഗോധനം ശകടോഢോപകരണം സ്ത്രീബാലസ്ഥവിരാശനൈഃ. തതസ്ഥേ നിർയയുർഗോപാഃ സ്വം സ്വമാദായ ഗോധനം ശകടോഢോപകരണം സ്ത്രീബാലസ്ഥവിരാശനൈഃ. തതഃ തേ സ്ത്രീബാലസ്ഥവിരാഃ സ്വം സ്വം ഗോധനമാദായ ശകടോഢോപകരണം ശനൈഃ ഗോപാഃ നിർയയുഃ. അപ്പൊ തതഃ അനന്തരം ഭഗവാൻ ഇങ്ങനെ പറഞ്ഞതായിട്ടുള്ള ശേഷം
തേ ഗോപാഹ, ആ ഗോപന്മാര് നിര്യയുഹു, നിര്യാണം ചെയ്തു, അഥവാ പുറത്തേക്ക് വന്നു എന്നർത്ഥം. ആ ഗുഹയിൽ നിന്ന് അല്ലെങ്കിൽ ഗിരിഗർത്തത്തിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് വന്നു. എങ്ങനെ? ശനൈഹി, പതുക്കെ. ആ പതുക്കെ എന്നുള്ളത് ഭഗവാന്റെ സാമീപ്യത്തിൽ നിന്ന് അകലാൻ അവർക്ക് മടിയുള്ളത് കൊണ്ടായിരിക്കണം. ഭയം അഭിനയിക്കും ചിലപ്പോൾ വേണമെങ്കിൽ. പുറത്തു പോയാൽ ഇനിയും മഴ വന്നാലും അതുകൊണ്ട് ഞങ്ങൾ പോണില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഭഗവാന്റെ ചുറ്റും പറ്റിക്കൂടാൻ നോക്കും. എപ്പോഴും ഇങ്ങനെ ഭഗവാന്റെ കൂടെ ഇരുന്നാൽ മതി. ഇതിൽ കിട്ടുന്ന സുഖം, ആനന്ദം, ഇതിൽ പരൻ എന്താ വേണ്ടത്? വൈകുണ്ഠത്തിലാണ്. അപ്പൊ അവർക്ക് പോകാൻ മനസ്സുണ്ടാവില്ല. അങ്ങനെ മനസ്സോടെ എന്ന് സൂചിപ്പിക്കുന്നതാണ് മന്ദം, ശനൈഹി എന്ന് സൂചിപ്പിച്ചത്. പതുക്കെ അവര് ആ ഗോപന്മാര് പുറത്തേക്ക് വന്നു. എങ്ങനെ? സ്ത്രീ ബാലസ്തവിരാഹ, അവരുടെ ഭാര്യമാര്, അവരുടെ കുട്ടികള്, വൃദ്ധന്മാരാണ് സ്ഥവിരന്മാര്. അപ്പൊ അവരുടെ അച്ഛനമ്മമാര് വൃദ്ധന്മാരായിട്ടുള്ളവരുണ്ടാവും, വയ്യാത്തവരൊക്കെ ഉണ്ടാവും. അവരെയൊക്കെ കൂട്ടിക്കൊണ്ട്, അങ്ങനെ ഭാര്യമാര്, കുട്ടികള്, വൃദ്ധന്മാരായ മാതാപിതാക്കളെയും കൂട്ടിക്കൊണ്ട് സ്വം ഗോധനമാതായ, അവരവരുടെ പശുക്കളാകുന്ന ധനത്തെ എടുത്തുകൊണ്ട് ശകടോഢോപകരണം എന്ന് പറഞ്ഞാല് ശകടത്തില് ഊഢമായ ഉപകരണം. ശകടം വണ്ടിയിൽ ഊഢം എന്ന് പറഞ്ഞാൽ വഹിക്കപ്പെട്ടത്, ഉപകരണം വീട്ടുപകരണങ്ങൾ. അപ്പൊ വീട്ടിലുള്ള പാത്രങ്ങളും മറ്റ് പല കാര്യങ്ങളും ഒക്കെ ശകടത്തിന്റെ മുകളിൽ വഹിക്കപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് വരുമ്പോ കൊണ്ടുവന്നതാണ്, എല്ലാം വണ്ടിയുടെ മുകളിൽ ഇരിപ്പുണ്ട്. അങ്ങനെയുള്ള ശകടത്തിൽ ഊഢമായിരിക്കുന്ന ഉപകരണങ്ങളോട് കൂടെ ഗോപാഹ ശനൈഹി നിര്യയുഹു, ഗോപന്മാര് പതുക്കെ അവിടുന്ന് നിര്യാണം ചെയ്തു. തതസ്തേ നിര്യയുർഗോപാഹ സ്വമാദായ ഗോധനം ശകടോഢോപകരണം സ്ത്രീബാലസ്ഥവിരാശനൈഹി ഭഗവാനപിതം ശൈലം സ്വസ്ഥാനേ പൂർവവത് പ്രഭു പശ്യതാം സർവഭൂതാനാം സ്ഥാപയാമാസ ലീലയാം. ഭഗവാനപിതം ശൈലം സ്വസ്ഥാനേ പൂർവവത് പ്രഭു പശ്യതാം സർവഭൂതാനാം സ്ഥാപയാമാസ ലീലയാം. ആ ഭഗവാനാകട്ടെ പ്രഭുവാണ്, സർവസമർത്ഥനാണ്, ശക്തനാണ്. ആ പ്രഭുവായ ഭഗവാനഭി തം ശൈലം പശ്യതാം സർവഭൂതാനാം, ആ പർവ്വതത്തെ സർവഭൂതാനാം പശ്യത, എല്ലാരും നോക്കി നിൽക്കണം. എന്താ ഇനിയിപ്പോ കൃഷ്ണൻ ചെയ്യാൻ പോണ അല്ലേ? കൃഷ്ണൻ ഇതുകൊണ്ട് ഇനി ജീവിതകാലം മുഴുവൻ നിൽക്കുവോ? എങ്ങനെ അദ്ദേഹം ഇറക്കി വെക്കാൻ പോകുന്നത് എന്നൊക്കെ കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ് എല്ലാവരും ചുറ്റും. അങ്ങനെ സർവഭൂതാനാം പശ്യതാം സദാം, ആ ഗിരിയെ, പർവ്വതത്തെ സ്വസ്ഥാനെ, അതിന്റെ മുമ്പ് ഏത് സ്ഥാനത്താണോ ഉണ്ടായിരുന്നത് ആ സ്ഥാനത്ത് ലീലയാ പൂർവവത് സ്ഥാപയാമാസ, ലീലയായിട്ട് ഒരു പ്രയാസവും കൂടാതെ, വിത്തൗട്ട് എനി എഫേർട്ട്, അനായാസേന പൂർവവത് മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ തന്നെ വെച്ചു എന്നർത്ഥം. സ്ഥാപയാമാസ, ഒരു കേടുപാടും ആർക്കും ഇല്ലാതെ, പ്രകൃതിക്ക് ഒരു മാറ്റവുമില്ല, ഭഗവാനോടെ ഇറക്കി വെച്ചു എന്നർത്ഥം. അപ്പോ ഭഗവാന്റെ ഈ പ്രവൃത്തി അവര് ആശ്ചര്യത്തോടെ കണ്ടു നിൽക്കുകയാണ്. ഇതൊന്നും അവരുടെ ജീവിതത്തില് ഒരിക്കലും അവർ മറക്കുകയില്ല. ഈ കഥ കേൾക്കുന്ന നമ്മുടെ ഉള്ളിൽ നിന്നേ മറക്കാൻ പറ്റില്ല, പിന്നെയാണ് നേരിൽ കണ്ടതായിട്ടുള്ള ആളുകളുടെ അനുഭവം. തം പ്രേമവേഗാൻ നിഭൃതാ വ്രജൗകസോ യഥാ സമീയുഃ പരിരംഭണാദിഭിഃ ഗോപ്യശ്ച സസ്നേഹമപൂജയന്മുദാ ദദ്യക്ഷതാദ്ഭിഃ യുയുജുഃ സദാശിഷഃ. തം പ്രേമവേഗാൻ നിഭൃതാ വ്രജൗകസോ യഥാ സമീയുഃ പരിരംഭണാദിഭിഃ ഗോപ്യശ്ച സസ്നേഹമപൂജയന്മുദാ ദദ്യക്ഷതാദ്ഭിഃ യുയുജുഃ സദാശിഷഃ. അപ്പോ ആ വ്രജൗകസഃ ഗോപ്യഃ ച, വ്രജവാസികളും ഗോപികമാരും എല്ലാവരും തന്നെ പ്രേമവേഗാത് നിഭൃതാഹ, അവരുടെ ഉള്ളിലെ പ്രേമം വർദ്ധിച്ചു അതിന്റെ ശക്തി വേഗം കൂടിക്കൂടി വരികയാണ്. ഭഗവാനോടുള്ള പ്രേമാധിക്യം അവരുടെ ഉള്ളിൽ വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് നിതരാം വൃതാഹ എന്ന് വെച്ചാൽ നല്ലതുപോലെ ധരിക്കപ്പെട്ടവരായിട്ട്, പൂർണ്ണമാക്കപ്പെട്ടവരായിട്ട്, അപ്പൊ നിറഞ്ഞ പ്രേമത്തോടു കൂടിയവരായിട്ട് ആ വ്രജവാസികളും ഗോപികളും പരിരംഭണാദിഭിഹി,
പരിരംഭണം മുതലായവ കൊണ്ട്, പരിരംഭണം ആലിംഗനം. അപ്പൊ ഓരോരുത്തരും ഭഗവാനെ ഓടി വന്ന് ആലിംഗനം ചെയ്യുന്നുണ്ട്. ഭഗവാനെയും പർവ്വതം വെച്ച് പുറത്തേക്ക് വന്നതും ജ്ഞാനാദ്യം എന്ന് മത്സരിക്കും പോലെ ഓരോരുത്തരും വന്ന് ഭഗവാനെ ആലിംഗനം ചെയ്യുന്നു. അത് യഥാ സസ്നേഹം മുതാ തമ്മ പൂജയെന്ന്, യഥാ ഉചിതം എന്നർത്ഥം. എങ്ങനെയാണോ ഓരോരുത്തരും അവരവരുടെ സ്ഥാനം അർഹതയ്ക്കനുസരിച്ച് ഭഗവാനെ സസ്നേഹം, സ്നേഹത്തോടും മുതാ സന്തോഷത്തോടും കൂടെ തമ്മ പൂജയൻ, അവനെ ബഹുമാനിച്ചു, അവനെ പൂജിച്ചു എന്ന് പറഞ്ഞാൽ ആദരിച്ചു എന്നുവെച്ചാൽ അവിടെ പൂവിട്ട് പൂജിച്ചു എന്നല്ല അർത്ഥം. അവനെ സൽക്കരിച്ചു, ഞങ്ങളെ രക്ഷിച്ചുവല്ലോ, ഇങ്ങനൊരു അത്ഭുത കൃത്യം ചെയ്തുവല്ലോ, ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഏറ്റവും വലിയൊരു അനുഭവമാണ്, ഒരിക്കലും ഞങ്ങൾ മറക്കില്ല, ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് കടപ്പെട്ടിരിക്കണു എന്നൊക്കെയുള്ള രീതിയിൽ അവർ ഭഗവാന്റെ മുമ്പിൽ അവരുടെ സ്നേഹത്തെ പ്രകടിപ്പിച്ചു. എന്നിട്ടോ പ്രേമവേഗാത് നിവൃതാഹ വ്രജൗകസഃ ഗോപ്യഃ പരിരംഭണാദിഭിഃ യഥാ സസ്നേഹം മുദാ തം അപൂജയൻ. പിന്നെ സമീയുഹു, എല്ലാവരും സമ്യക് ആയിട്ട് ഈയുഹു എന്ന് പറഞ്ഞാൽ അവനെ പ്രാപിച്ചു, ചുറ്റും വന്ന് നിന്നു, എല്ലാവരും ഭഗവാന്റെ മുമ്പിൽ സമ്മേളിച്ചു. സമീയുഹു. എന്നിട്ട് ദദ്യക്ഷതാദ്ഭിഃ സദാശിഷഃ യുയുജുഹു. ഇപ്പൊ ഓരോരുത്തരും അവരുടെ കയ്യിലുള്ള എന്താ സാധനം, തൈരൊക്കെയാണ് അല്ലേ. തൈരാവുമ്പോൾ കുറെ ദിവസം കഴിഞ്ഞാലും കേടുവരില്ല. പിന്നെ ഇവിടെ തന്നെ പാല് കറക്കലും ദിവസവും നടക്കുന്നുണ്ടാവും. പശുക്കളൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ തൈരുണ്ടാക്കലൊക്കെ ദിവസവും നടക്കും. അവർക്ക് ഭക്ഷണമായിട്ട് അത് തന്നെ ധാരാളം മതി. പശുക്കൾ കൂടെ ഉണ്ടെങ്കിൽ ജീവിച്ചിരിക്കാം. വേറെ ഇപ്പൊ ധാന്യങ്ങളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ അവരുടെ കയ്യില് തൈരൊക്കെ ഉണ്ട്. ആ ദധി, അക്ഷതം എന്ന് പറഞ്ഞാൽ മുറിയാത്ത ധാന്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ധാന്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് ഇവര് ചുറ്റും നിന്നുകൊണ്ട് സദാശിഷ, സത്തായ ആശിസ്സുകൾ എന്ന് പറഞ്ഞാൽ നല്ല ആശിസ്സുകളെ യോജിപ്പിച്ചു എന്ന് പറഞ്ഞാല് ആ കൃഷ്ണന്റെ നേരെ മുതിർന്നവരെല്ലാം ഈ ധാന്യങ്ങളും മറ്റുമൊക്കെ ചൊരിഞ്ഞുകൊണ്ട് അനുഗ്രഹവർഷം അല്ലെങ്കിൽ പ്രാർത്ഥനകൾ, ആശംസകൾ എല്ലാം നേർന്നു. എല്ലാവരും കൃഷ്ണനെ പ്രശംസിച്ചുകൊണ്ട്, കൃഷ്ണനെ ദീർഘായുസ്യനായിക്കൊണ്ട് ആശംസിച്ചു എന്നർത്ഥം. അപ്പൊ തൈരൊക്കെ കൊണ്ട് കൃഷ്ണന്റെ മേലെ പൊട്ടു തൊടുകയോ തളിക്കുകയോ ഒക്കെ ചെയ്യും. അക്ഷതം അതിന്റെ മുകളിൽ നെറ്റിയിൽ തൊട്ടുകൊടുക്കും. അതുപോലെ ജലം കൊണ്ട് തളിക്കുക, പ്രോക്ഷണം ചെയ്യുക എന്നുള്ള പ്രവൃത്തികൾ ഇതൊക്കെ വൃദ്ധന്മാരും ബ്രാഹ്മണരും ഒക്കെ ചെയ്തു എന്നർത്ഥം. അവരവരുടെ സ്നേഹ ബഹുമാനങ്ങളെ അങ്ങനെ പ്രകടിപ്പിച്ചു. തം പ്രേമവേഗാന്നിവൃതാ വ്രജൗകസോ യഥാ സമീയുഃ പരിരംഭണാദിഭിഃ ഗോപ്യശ്ച സസ്നേഹമപൂജയൻ മുദാ ദദ്യക്ഷതാദ്ഭിഃ യുയുജുഃ സദാശിഷഃ. യശോദാരോഹിണീ നന്ദോ രാമശ്ച ബലിനാംബരഃ കൃഷ്ണമാലിംഗ്യ യുയുജുഃ ആശിഷസ്നേഹകാതരാഃ. യശോദാരോഹിണീ നന്ദോ രാമശ്ച ബലിനാംബരഃ കൃഷ്ണമാലിംഗ്യ യുയുജുഃ ആശിഷസ്നേഹകാതരാഃ. സ്നേഹകാതരാഃ യശോദാഃ രോഹിണീ നന്ദഃ ബലിനാംബരഃ രാമഃ കൃഷ്ണം ആലിംഗ്യ ആശിഷഃ യുയുജുഃ. സ്നേഹകാതരാഹ, എല്ലാവരും സ്നേഹപരവശരായിക്കൊണ്ട് അവരുടെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് യശോദ, അമ്മയായ യശോദയും രോഹിണി, മറ്റൊരമ്മയായ രോഹിണീ ദേവിയും നന്ദഃ, നന്ദഗോപരും ബലിനാംബരഃ രാമഃ, ബലവാന്മാരിൽ വെച്ച് ശക്തനായിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ള ബലരാമസ്വാമിയും കൃഷ്ണമാലിംഗ്യ, കൃഷ്ണനെ ആലിംഗനം ചെയ്തുകൊണ്ട് ആശിഷഃ യുയുജുഃ, ആശിസ്സുകളെ, അനുഗ്രഹങ്ങളെ യോജിപ്പിച്ചു. ഇവരൊക്കെ മൂത്തവരാണ് അല്ലേ. അമ്മമാരും അച്ഛനും ജ്യേഷ്ഠനുമാണ്. ആ 4 പേരും വേണ്ട പോലെ കൃഷ്ണനെ ആലിംഗനം ചെയ്ത് ദീർഘായുസ്സായിരിക്കട്ടെ നിനക്ക് അല്ലേ, എന്റെ ഉണ്ണിയെ കണ്ണു തട്ടിയിട്ടുണ്ടാവോ, അങ്ങനെയൊക്കെ പറയൂല്ലോ. അമ്മമാർക്ക് വാത്സല്യം വരുമല്ലോ. അപ്പോ അമ്മമാര് ആ കുട്ടിയുടെ ഈ പ്രവൃത്തിയിൽ എല്ലാവരും കണ്ണു തട്ടിയിട്ടുണ്ടാവോ, ഒന്നും ഇല്ലാതിരിക്കട്ടെ, ഒരു ദോഷവും ഇല്ലാതിരിക്കട്ടെ
എന്ന് പറഞ്ഞ് ആശംസിച്ചു. എല്ലാ ഈശ്വരന്മാരോട് പ്രാർത്ഥിച്ചു. ദിവി ദേവഗണാസാദ്യാഃ സിദ്ധഗന്ധർവചാരണാഃ തുഷ്ടുപുരുമുമുജുസ്തുഷ്ടാഃ പുഷ്പവർഷാണി പാർത്ഥിവ. ദിവി ദേവഗണാസാദ്യാഃ സിദ്ധഗന്ധർവചാരണാഃ തുഷ്ടുപുരുമുമുജുസ്തുഷ്ടാഃ പുഷ്പവർഷാണി പാർത്ഥിവ. അപ്പോ ദിവി ആകാശത്ത് ദേവഗണങ്ങളെല്ലാം വന്നു നിറഞ്ഞു. സാധ്യാഹ സാധ്യന്മാര്, സിദ്ധ ഗന്ധർവ ചാരണാഹ സിദ്ധന്മാര്, ഗന്ധർവന്മാര്, ചാരണന്മാര് എന്നിങ്ങനെ ദേവവർഗത്തിൽപ്പെട്ട എല്ലാവരും വന്ന് നിരന്നു നിന്നു. എന്നിട്ടോ തുഷ്ടുവുഹു ഭഗവാനെ സ്തുതി ചെയ്തു. എല്ലാവരും ചെന്ന് പുകഴ്ത്തി. തുഷ്ടാഹ മുമുചുഹു പുഷ്പവർഷാണി അവരും സന്തുഷ്ടരായിക്കൊണ്ട് പുഷ്പവർഷാണി മുമുചു ഭഗവാന്റെ നേരെ പുഷ്പവർഷത്തെ മോചിപ്പിച്ചു. ഭഗവാനെ പുഷ്പവൃഷ്ടി കൊണ്ട് അർച്ചിച്ചു. അവര് എന്താണ് അവരുടെ നേതാവായിരുന്ന ഇന്ദ്രനെ അഹങ്കാരം ശമിപ്പിച്ച് ഭഗവാൻ എല്ലാവരുടെയും മുകളിലാണ് എന്നുള്ള ഭഗവാന്റെ സ്ഥാനത്തെ, ഐശ്വര്യത്തെ എല്ലാ ദേവന്മാർക്കും പ്രകടിപ്പിച്ചു കൊടുത്തതാണ്. അപ്പൊ ദേവന്മാർക്കൊക്കെ ഒന്നുകൂടെ ഓർമ്മയായി. അവർക്ക് എന്തെങ്കിലും ഐശ്വര്യമതം ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം മാറി. നായകനായിട്ടുള്ള ഇന്ദ്രന് തന്നെ കിട്ടിയിരിക്കണു അടി. അപ്പൊ ഇനിയിപ്പോ നമ്മൾക്ക് കിട്ടാതെ നോക്കണം അല്ലേ? ഒരാൾക്ക് മാതൃകയായിട്ട് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ മര്യാദക്കാരായിക്കോളും. അപ്പൊ ദേവന്മാരൊക്കെ ഇവിടെ അവരുടെ എല്ലാ അഹങ്കാരവും വെടിഞ്ഞ് എല്ലാ അഭിമാനവും വെടിഞ്ഞ് ഭഗവാനെ ബഹുമാനിക്കാനായിക്കൊണ്ട് എല്ലാവരും അന്തരീക്ഷത്തിൽ വന്ന് പുഷ്പവൃഷ്ടി ചെയ്തു എന്നർത്ഥം. ഹേ പാർത്ഥിവ, അല്ലയോ രാജാവേ എന്ന് പരീക്ഷത്തിനെ സംബോധന ചെയ്യണം. ദിവി ദേവഗണാസാധ്യാ സിദ്ധഗന്ധർവചാരണാഃ തുഷ്ടുവുരുമൂജുസ്തുഷ്ടാഃ പുഷ്പവർഷാണി പാർത്ഥിവ. ശംഖദുന്ദുഭയോ നേതുഃ ദിവി ദേവപ്രണോദിതാഃ ജഗുർഗന്ധർവപതയഃ തുംബുരുപ്രമുഖാ നൃപ. ശംഖദുന്ദുഭയോ നേതുഃ ദിവി ദേവപ്രണോദിതാഃ ജഗുർഗന്ധർവപതയഃ തുംബുരുപ്രമുഖാ നൃപ. അല്ലയോ നൃപ, പരീക്ഷിത് രാജാവേ, ദിവി ദേവപ്രണോദിതാഃ, ദിവി ദേവലോകത്ത് സ്വർഗത്തില് ദേവപ്രണോദിതാഃ ദേവന്മാരാൽ പ്രേരിപ്പിക്കപ്പെട്ടവരായ തുംബുരു പ്രമുഖാഃ ഗന്ധർവപതയഃ ഗന്ധർവന്മാരിൽ പതികളാണ് തുംബുരു മുതലായവർ. എപ്പോഴും നാരദന്റെ കൂട്ടത്തിൽ പറയുന്ന ആളാണ് തുംബുരു. അപ്പൊ ഗന്ധർവന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള തുംബുരു മുതലായിട്ടുള്ള ആളുകള് ഭഗവാനെ കുറിച്ച് ശംഖദുന്ദുഭയഃ നേതുഹു, ശംഖം ദുന്ദുഭി മുതലായ വാദ്യങ്ങൾ ഘോഷിപ്പിച്ചു. ജഗുഹു, ഗാനം ചെയ്തു. അപ്പൊ പാട്ടുപാടുകയും വാദ്യങ്ങളെ മുഴക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഭഗവാന്റെ ഈ ഒരു വിജയം അവര് ആഘോഷിച്ചു. ദേവന്മാർക്ക് പരാജയമാണ് ഉണ്ടായത്. എങ്കിലും ആരുടെ നിന്നാ പരാജയപ്പെട്ടത്? അവരുടെയൊക്കെ അധീശന്റെ കയ്യിലാണ്. അതുകൊണ്ട് അവർക്ക് ലജ്ജയൊന്നുമില്ല, നഷ്ടപ്പെടാനൊന്നുമില്ല. അവരുടെ അഹങ്കാരം കൊണ്ട് കുറച്ചു നേരത്തേക്ക് എന്തൊക്കെയോ തോന്നിയതാണ്. ഇപ്പൊ അഹങ്കാരമൊക്കെ മാറി മാന്യന്മാരായി, നല്ലവരായി മാറി. അതുകൊണ്ട് അവർ സന്തോഷിച്ച് ഭഗവാന്റെ വിജയത്തെ ആഘോഷിച്ചു എന്നർത്ഥം. ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് വാദ്യഘോഷങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഭഗവാനെ അവര് പൂജിച്ചു. തതോനുരക്തൈ പശുഭൈ പരിശ്രിതോ രാജൻ സഗോഷ്ഠം സബലോ വ്രജധ്വരിഃ തദാ വിധാന്യസ്യ കൃതാനി ഗോപികാ ഗായന്ത്യൈർമുദിതാ ഹൃദി സ്പൃശഃ. തദോനുരക്തൈ പശുഭൈ പരിശ്രിതോ രാജൻ സഗോഷ്ഠം സബലോ വ്രജധ്വരിഃ തദാ വിധാന്യസ്യ കൃതാനി ഗോപികാ ഗായന്ത്യൈർമുദിതാ ഹൃദി സ്പൃശഃ. തതഃ അനുരക്തൈഃ പശുഭൈഃ പരിശ്രിതഃ രാജൻ സഗോഷ്ഠം സബലോ വ്രജദ്ഹരിഃ. അപ്പൊ ഹേ രാജാവേ, രാജൻ ആ ഭഗവാൻ ഹരിഃ എന്ത് ചെയ്തു? ബലനോടുകൂടെ സബലഃ ഹരിഃ അവ്രജത്, അവ്രജത് എന്ന് വ്രജിച്ചു, ഗമിച്ചു. എവിടേക്ക്?
തിരിച്ച് ഗോഷ്ഠത്തിലേക്ക് ഗോകുലത്തിലേക്ക് മടങ്ങി എന്നർത്ഥം. അപ്പൊ ആരോടൊക്കെ കൂടി എന്തൊക്കെ ചെയ്തുകൊണ്ട് എന്ന് പറയണ്, അനുരക്തൈഹി പശുഭൈഹി പരിശ്രിത, തന്നോട് അനുരാഗം പ്രകടിപ്പിക്കുന്നവരായ ഗോപന്മാര് പശുപന്മാര് അവരാൽ പരിശ്രിത ചുറ്റപ്പെട്ടവനായിട്ട്. അപ്പൊ ഗോപന്മാരെല്ലാവരും ഭഗവാനെ പുകഴ്ത്തിക്കൊണ്ട് അവരുടെ സ്നേഹപ്രകടനങ്ങള് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെയോ പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അനുരാഗം പ്രകടിപ്പിക്കുന്ന ഗോപന്മാരാൽ ചുറ്റപ്പെട്ടവനായി സബലഹ ബലരാമനോട് കൂടിയിട്ട് സഹ ഹരിഹി ആ ഹരി ഗോഷ്ടം അവ്രജത് ഗോഷ്ടത്തിലേക്ക് ഗോകുലത്തിലേക്ക് വ്രജിച്ചു ഗമിച്ചു മടങ്ങിപ്പോവുകയാണ് അവരവരുടെ ഗൃഹങ്ങളിലേക്ക്. ഗോപികാഹ ഹൃദിസ്പൃശഃ അസ്യ തദാവിധാനി കൃതാനി ഗായന്ത്യഃ മുദിതാഹ യുഹു. ഗോപികാഹ ആ ഗോപികമാര് അമ്മമാര് എല്ലാവരും ഹൃദിസ്പൃശഃ ഹൃദയസ്പർശികളായിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ വസിക്കുന്നവനായിരിക്കുന്ന അസ്യ ഈ ഭഗവാന്റെ തദാവിധാനി കൃതാനി ഇതുപോലെയുള്ള ഏതൊക്കെ ക്രിയകൾ ഭഗവാൻ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ ഭഗവാന്റെ ലീലകളെ കുറിച്ച് ഗായന്ത്യ ഗാനം ചെയ്യുന്നവരായിക്കൊണ്ട് മുദിതാഹ സന്തോഷഭരിതരായിക്കൊണ്ട് ഈ യുഹു അവരെല്ലാം ഗമിച്ചു പ്രാപിച്ചു ഗോകുലത്തെ പ്രാപിച്ചു എന്നർത്ഥം. എല്ലാവരും അത്യന്ത സന്തുഷ്ടരാണ്. അവരെല്ലാം ഭഗവാൻ അവർക്കൊക്കെ ഉള്ള ഭഗവാനോടുള്ള സ്നേഹവും ആരാധനയും കൂടി എന്നർത്ഥം. അങ്ങനെ വർദ്ധിച്ച സ്നേഹത്തോടെ ആരാധനയോടെ ഭഗവാനെ പുകഴ്ത്തിക്കൊണ്ട് എല്ലാവരും ആ ഗോകുലത്തിലേക്ക് മടങ്ങിച്ചെന്നു. ആടിയും പാടിയുമാണ് അവർ ചെന്നത് എന്ന് വർണ്ണിച്ചത്. അങ്ങനെ ഈ ഒരു ഗോവർദ്ധനോദ്ധാരണം എന്നുള്ള അധ്യായം ഇവിടെ കഴിയുന്നു. ഇനി ഇന്ദ്രൻ തന്റെ അപരാധ ക്ഷമാപണം ചെയ്യാനായിക്കൊണ്ട് വരുന്നുണ്ട്. അത് 27-ാം അധ്യായത്തിലാണ്. അതിൻ്റെ ഇടയ്ക്ക് 26-ാം അധ്യായത്തില് ഈ ഗോകുലത്തിലുള്ള ഗോപന്മാരെല്ലാരും കൂടി നമ്മുടെ നന്ദഗോപരെ വളഞ്ഞിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഈ കൃഷ്ണൻ ആരാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഗർഗ മഹർഷി പറഞ്ഞ രഹസ്യങ്ങള് ഇപ്പോഴാണ് ഈ 7 വർഷം സ്വകാര്യമായി രഹസ്യമായി സൂക്ഷിച്ച വിവരങ്ങള് നന്ദഗോപര് എല്ലാവരെയും അറിയിക്കുന്നതായുള്ള സന്ദർഭമാണ്. നമുക്ക് ഇന്ന് വൈകിട്ട് ക്ലാസ് ഇല്ല. നാളെ രാവിലെ ഇത്തിരി പുറത്തു പോകാറുണ്ട്. ഇപ്പോൾ വരുമ്പോൾ വൈകിയാലോ എന്ന് സംശയമുണ്ട്. ഒരു അമ്പലത്തിലെ ഒരു പാതുകം വെപ്പ് അതിന് സാന്നിധ്യം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധം അവർക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് വരിക എന്നറിയില്ല. നേരത്തെ വന്ന് 9:15 to 10:15, പക്ഷെ ഇവിടുന്നൊരു 3/4 മണിക്കൂറോളം ദൂരമുണ്ട്, അരമണിക്കൂറിലധികമുണ്ട്. അപ്പോൾ വൈകുന്നേരമാവാം, നാളെ വൈകുന്നേരം. ഇന്ന് വൈകുന്നേരം സൗന്ദര്യലഹരിയുടെ ഒരു സമാപന ക്ലാസ് ഉണ്ട് ഓൺലൈൻ. നാളെ രാവിലെ അമ്പലത്തിലെ പരിപാടി. നാളെ വൈകുന്നേരം നമുക്ക് തുടരാം. അപ്പോൾ അതുവരേക്കും ക്ഷമിക്കുക. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ഗോകുലരക്ഷാ നിരൂപണം നാമ പഞ്ചവിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. നാളെ വൈകുന്നേരം തുടരാം. ഹരി ഓം.